ഇപ്പോൾ പാർട്ടി ചെയർമാൻ PJ ജോസഫിൻ്റെ മകൻ അബു ജോൺ ജോസഫും പാർട്ടിയുടെ തന്നെ കരുത്തനായ ഒരു നേതാവ് മോൻസ് ജോസഫും നിങ്ങൾ പരസ്പരം കലഹിക്കുകയാണെന്നും തമ്മിൽ കണ്ടാൽ മുഖം തിരിച്ചു പോകുമെന്നും കടുത്തുരുത്തിയിൽ സീറ്റ് നിഷേധിച്ചാൽ മാണി ഗ്രൂപ്പിൽ ഒരു സീറ്റിന് വേണ്ടി മോൻസ് ജോസഫ് പ്രത്യേക ദൂതനെ അയച്ചു എന്നും വരെ ചില ഫേസ്ബുക്ക് ഓൺലൈൻ ചാനലുകളിലൊക്കെ കണ്ടു. ശരി. എന്നെ ഇപ്പം ആക്രമിക്കാൻ വേണ്ടി ഇവർ പറഞ്ഞ മോൻസ് ജോസഫ് എന്നോട് എന്തോ ഒരു സ്നേഹം, എന്നോട് സ്നേഹം, വലിയ സ്നേഹം വേറെ കുറച്ചായിട്ട് അറിയുന്നുണ്ട്. മോൻസ് ജോസഫ് ജോസഫിന് വേണ്ടി ഇത്രയും കാലം നിന്നിട്ട് ഇപ്പം പുള്ളിയെ കൈവിട്ടിട്ട് ജോസഫിനെ പ്രൊമോട്ട് ചെയ്ത് പെട്ടെന്ന് പാർട്ടിയുടെ തലത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഇതൊക്കെ പാർട്ടി പ്രവർത്തകർക്ക് അംഗീകരിക്കാൻ പറ്റും. ഇത് പാർട്ടി പ്രവർത്തകർ ജോസഫ് ഇരുപ്പാനല്ല, കേരള കോൺഗ്രസ് ഞങ്ങളോട് ഇങ്ങനല്ല, അപ്പുറത്ത് ഇരിക്കുന്നവർക്ക് പ്രശ്നം. അപ്പൊ അവര് അടുത്തത് പാർലമെന്റ് ഇലക്ഷൻ. കോട്ടയം പാർലമെന്റിലേക്ക് ജോസ് കെ മാണിയുടെ പാർട്ടിയും ഇടതുപക്ഷമോടെ ചേർന്ന പിന്നെ വേറെ ആർക്കും കാല് കുത്താൻ പോലും പറ്റിയത്. എല്ലാവരും നാട് കൂട്ടണം. പിന്നെ ഞങ്ങൾ മൊത്തം അവരുടെ കയ്യിലായി. ഇതായിരുന്നു ചിന്ത. കടുത്തുരുത്തിയുടെ പ്രിയങ്കരനായ MLA, യഥാർത്ഥ കേരള കോൺഗ്രസിൻ്റെ ഒരു അറിയപ്പെടുന്ന നേതാവ്, കടുത്തുരുത്തിയിൽ 2 പതിറ്റാണ്ടിലേറെയായി ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള MLA ആണെന്ന്. 1996 ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അന്ന് പ്രിയപ്പെട്ട ജോസഫ് സാറാണ് KSCയുടെ നേതാവായിരുന്ന അങ്ങയെ കടുത്തുരുത്തിയിൽ മത്സരിപ്പിക്കുന്നത്. അപ്പോൾ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന മോൻസ് ജോസഫിനെ കടുത്തുരുത്തിയിൽ മത്സരിപ്പിക്കുമ്പോൾ അന്ന് അവിടെ നടന്ന ഒരു വാശിയേറിയ തെരഞ്ഞെടുപ്പാണ്. ഒരർത്ഥത്തിൽ അതൊരു ത്രികോണ മത്സരമായിരുന്നു എന്ന് പറയാം. PM മാത്യു TM ജേക്കബിൻ്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി, UDFൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി, പിന്നെ ഒരു PC തോമസ്. ഈ PC തോമസ് എന്ന ഒരു 20,000-ലേറെ വോട്ട് പിടിച്ചിരുന്നു. തീരെ മോശമല്ലാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു കന്നിയംഗത്തിൽ താങ്കളുടേത്. 15,166 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിയാണ് നിയമസഭയിലേക്ക് പോയത്. ആദ്യ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് ആ ഒരു അനുഭവം എന്ന് പറയാമോ? ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലഘട്ടം കഴിഞ്ഞ് ആ ഒരു കാലഘട്ടത്തിൻ്റെ തീവ്രത നിൽക്കുമ്പോഴാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. അന്ന് എത്ര വയസ്സുണ്ട്? 32 കറക്റ്റ്. നമുക്കൊരു 32 അപ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഉള്ള ഒരു സജീവതയുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ചുറിയർക്ക് ശക്തമായ പ്രവർത്തനങ്ങളുമായിട്ട് നിൽക്കുന്ന സമയമാണ്. അന്ന് ഞങ്ങൾ KSC വളരെ ആക്റ്റീവായിരുന്നു. KSCയും KSC ടീം ആക്റ്റീവായിരുന്നു. അത് KSC മാത്രമല്ല, എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഒന്ന് വളരെ ആക്റ്റീവായി നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് എന്ന നിലയിൽ PJ ജോസഫ് സാറ് യൂത്ത് ഫ്രണ്ടിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടാണ് രാഷ്ട്രീയ രംഗത്ത് സജീവമാകുന്നത്. അതുകൊണ്ട് സാറ് യൂത്ത് ഫ്രണ്ട്, KSC ഇതിനെല്ലാം പ്രത്യേകമായിട്ട് തന്നെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾക്കതൊരു വലിയ അനുഗ്രഹമായിരുന്നു. സാറിൻ്റെ ഒരു ലീഡർഷിപ്പ്, ഒരുപാട് ഐഡിയാസ് ഉണ്ട്, സാറിന് നല്ല കാഴ്ചപ്പാടുണ്ട്, ഒരു ദീർഘവീക്ഷണമുണ്ട്. അപ്പം അങ്ങനെ വളരെ ആക്റ്റീവായി കാര്യങ്ങൾ ചെയ്തു പോകുന്ന ഒരു ലീഡർഷിപ്പിൻ്റെ കീഴിലായതുകൊണ്ട് നമുക്കൊരു സുഖമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രോഗ്രാംസ് എല്ലാം പ്ലാൻ ചെയ്യുന്നതിനകത്തുമൊക്കെ സാറിൻ്റെ ഒരു അഡ്വൈസ് ഉണ്ട്. അപ്പം പാർട്ടി യോഗങ്ങളിൽ ഓരോ പ്രാവശ്യം സംസാരിക്കുമ്പോൾ ഓരോ പുതിയ പ്രോഗ്രാം, ഒരു ആശയം സാർ അവിടെ പറയും, ഒരാശയം പറയും, ഒരു പ്രോഗ്രാമിലേക്ക് അത് എത്തിക്കും. അപ്പോൾ അത് നമ്മൾ പിന്നെ ആ പ്രോഗ്രാം എങ്ങനെ നടത്താമെന്നുള്ളതിനെക്കുറിച്ച് പോകുന്ന രീതി. അപ്പം അങ്ങനെ ആവേശപൂർവ്വം നിൽക്കുന്ന ഒരു സമയത്ത് സീറ്റ് കിട്ടിയത് തീർച്ചയായിട്ടൊരു വലിയ അനുഗ്രഹമായി. കാരണം നമുക്ക് ആ ഒരു എല്ലാ തീവ്രതയോടും കൂടി ആ ഇലക്ഷനിൽ ജയിക്കുക എന്നുള്ള രീതിയിലുള്ളൊരു ഇലക്ഷൻ വർക്കാണ്. നമുക്കിത് പരിചയമില്ലല്ലോ. നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ ഇലക്ഷൻ്റെ ക്യാമ്പയിനിൽ സജീവമായിട്ട് നിൽക്കാറുണ്ട്. ഞാൻ അതിന് തൊട്ട് മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ EJ ലൂക്കോസാണ് അന്ന് കടുത്തുരുത്തിയിൽ കാൻഡിഡേറ്റ് ആവുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറി ഞാനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മുഴുവൻ സമയം നമ്മൾ അതിനകത്ത് നിന്ന് കാര്യങ്ങൾ ചെയ്ത് ഇതിൻ്റെ ഒരു ഇലക്ഷൻ പ്രവർത്തന രീതിയെക്കുറിച്ചൊരു ഐഡിയ ഉണ്ട്. എങ്കിലും നമ്മൾ കാൻഡിഡേറ്റ് ആകുമ്പം വരുന്നൊരു സാഹചര്യം വ്യത്യസ്തമാണ്. TK രാമകൃഷ്ണൻ കോട്ടയത്ത് മന്ത്രിയാണ്.
ടി.കെ. രാമകൃഷ്ണൻ ശക്തനായിട്ട് നിൽക്കുകയാണ്. ടി.കെ. 87 മുതൽ അദ്ദേഹം അവിടെ MLA ആയിരുന്നു. MLA ആയിരുന്നു കോട്ടയം, മറ്റേ മന്ത്രിയായിട്ട് നിൽക്കുക. വൈക്കം വിശ്വൻ CPM-ന്റെ കോട്ടയം ജില്ലാ സെക്രട്ടറിയാണ്. പ്രമുഖ നേതാക്കളെല്ലാം കൂടെ ചേർന്ന് ഈ കെ ജോസഫ് ചേട്ടന് കടുത്തുരുത്തി സീറ്റ് കിട്ടണമെന്ന നിലയിലാണ് CPM ആവശ്യപ്പെടുന്നത്. ഒരു കാരണവശാലും കടുത്തുരുത്തി സീറ്റ് CPM-ന് കൊടുക്കാൻ കഴിയില്ല, കേരള കോൺഗ്രസ്സിന് തന്നെ വേണമെന്ന് പി ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിൽ പാർട്ടിയും ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ സീറ്റ് ചർച്ചയുടെ ഘട്ടം. ഇപ്പോൾ പി ജോസഫ് സാറും ഡോക്ടർ KC ജോസഫ് പാർട്ടിയുടെ നേതാക്കളെല്ലാം സീറ്റ് ചർച്ചയിൽ പോകുന്നു. വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും മടങ്ങി വരും. ഞങ്ങളെല്ലാം MLA ഹൗസിൽ കാത്തിരിക്കുന്നു. പല സീറ്റുകളുടെ വിഷയങ്ങളും തീർന്നുപോയി. പക്ഷേ കടുത്തുരുത്തിയുടെ വിഷയം തീരാതെ നിൽക്കുകയാണ്. അങ്ങനെ തർക്കത്തിലേക്ക് വന്ന ശേഷം ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത വിധത്തിൽ LDF ഇങ്ങനെ അതിനിടയ്ക്ക് ഞങ്ങളുടെ പാർട്ടിക്കകത്തുനിന്നും കടുത്തുരുത്തി വിട്ടിട്ട് പുതുപ്പള്ളി എടുത്താലോ എന്നൊരു ചർച്ച വന്നു. അപ്പോൾ പുതുപ്പള്ളിയിൽ അന്ന് നമ്മുടെ കോട്ടയം ജില്ലാ കൗൺസിലിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റായിരുന്ന TV എബ്രഹാം ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട നേതാവായിരുന്നു. അപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന് പിന്നെ പുതുപ്പള്ളി സീറ്റിൽ മത്സരിക്കാനുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി സാറുമായിട്ടാണ്. അപ്പോൾ അന്ന് പുതുപ്പള്ളിയിൽ വളരെ സജീവമായിട്ട് TV എബ്രഹാം ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നല്ല വർക്ക് നടത്തുന്ന സമയമാണ്. സീറ്റ് പിടിക്കണം, ഉമ്മൻചാണ്ടീനെ എങ്ങനെയെങ്കിലും നേരിടാനുള്ള കരുത്താർജിക്കുന്ന ഒരു പ്രവർത്തനം പുള്ളി ഒരു 2-3 വർഷം നടത്തിക്കൊണ്ടിരിക്കുക. ഞാനും ആ വർക്കിലൊരു പിന്നെ ഭാഗവാക്കായിട്ടുണ്ട്. കാരണം ഈ പൊതുയോഗങ്ങളും രാത്രി കുടുംബയോഗങ്ങളും ഒക്കെ ആയിട്ട് TV ഇങ്ങനെ വിശ്രമമില്ലാതെ പോകുമ്പോൾ TV എബ്രഹാമിൻ്റെ കൂടെ ഞാനും പ്രസംഗിക്കാൻ കൊടുത്തി പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പം നമ്മളെന്നാലും കടുത്തുരുത്തിയെക്കുറിച്ച് അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാടൊന്നുമില്ല. നമുക്ക് പാർട്ടിക്ക് കടുത്തുരുത്തി മത്സരിച്ചുകൊണ്ടിരിക്കുന്ന സീറ്റാണല്ലോ, കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ള നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അന്ന് ഓലൂക്കോ സാറുണ്ട്. അപ്പോൾ ഓലൂക്കോ സാറിനും സ്വാഭാവികമായിട്ടും ആദ്യം മത്സരിക്കുന്നില്ലെന്നൊക്കെ സാറ് പറഞ്ഞെങ്കിലും പിന്നീട് സാറിനും ഒരു ആഗ്രഹം വന്നു, ആ സീറ്റിലൊന്ന് മത്സരിച്ചാലോ എന്നുള്ളൊരു ആഗ്രഹം വന്നു. തലേ പ്രാവശ്യം ഓലൂക്കോ സാറിനോട് നിൽക്കാൻ ജോസഫ് സാർ ചോദിച്ചു. അപ്പോൾ EJ ലൂക്കോസ് ആയിക്കോട്ടെ, ഓലൂക്കോ സാർ തന്നെ പറയുന്നത് EJ ലൂക്കോസ് ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെയൊക്കെ. പക്ഷേ ഇത് ഒരു കാര്യത്തോടടുത്തപ്പം ഓലൂക്കോ സാറിന് ഒരാഗ്രഹം വരുന്നു. ഓലൂക്കോസാണ് മത്സരിക്കുന്നത് എന്ന കാഴ്ചപ്പാട് കെ ജോസഫ് CPM-ന്റെ ഡബിൾ സ്ട്രോങ് ആവുന്നു. ഓലൂക്കോസ് ആണെങ്കിൽ സീറ്റ് ഒരു കാരണവശാലും പറ്റില്ല, ഞാൻ തന്നെ നിൽക്കുമെന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ നല്ല തർക്കത്തിലേക്ക് വന്നു. അപ്പോൾ എന്നാൽ ഷിഫ്റ്റ് ചെയ്താലോ എന്നായി. അങ്ങനെയാണ് കടുത്തുരുത്തി വിട്ടിട്ട് പുതുപ്പള്ളി എടുത്താലോ എന്നുള്ളതിൽ TV എബ്രഹാമിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കം. അല്ലെങ്കിൽ കടുത്തുരുത്തിയും പുതുപ്പള്ളിയും രണ്ടും ചോദിക്കണമെന്നായിരുന്നു ആദ്യം പാർട്ടിയുടെ ആഗ്രഹം. പക്ഷെ രണ്ടിന് സാധ്യതയില്ല, ഒന്നിലേക്ക് വരണം. അപ്പോൾ ഒന്ന് എവിടെ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പല യുദ്ധങ്ങൾ നടക്കുന്നതിനിടയിൽ കടുത്തുരുത്തി ഇങ്ങനെ കലങ്ങി മറിഞ്ഞ് നിൽക്കുന്ന സ്ഥിതി വന്നപ്പോൾ ചർച്ച LDF-ൽ ധാരണയാക്കാൻ പറ്റുന്നില്ല. അവസാനം തീരുമാനിച്ചു എല്ലാവരും നോമിനേഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ KK ജോസഫ് ചേട്ടൻ നോമിനേഷൻ CPM-ന് വേണ്ടി കൊടുക്കുക. പിന്നെ കേരള കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് അപ്പോൾ ഓലൂക്കോ സാറിൻ്റെ പ്രശ്നങ്ങൾ വരുന്നു. അപ്പോൾ കേരള കോൺഗ്രസ്സിലെ നോമിനേഷൻ ഒരാളെ തീരുമാനിക്കണം. അപ്പോൾ അതും ഒരു കീറാമുട്ടിയായിട്ട് പാർട്ടിക്കുള്ളിൽ വരുന്നൊരു സാഹചര്യം. അപ്പോൾ ഓലൂക്കോ സാറിൻ്റെ വിഷയം, ഓലൂക്കോ സാർ ആഗ്രഹിക്കുന്ന പാർട്ടി കടുത്തുരുത്തി നിയോജകമണ്ഡലത്തിൽ ഞങ്ങളാരും സാറിനെതിരല്ല. പക്ഷേ പാർട്ടി ലീഡർഷിപ്പ് പി ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിൽ ഒരു ജയസാധ്യത പരിശോധിച്ചപ്പം KK ജോസഫ് ചേട്ടൻ മത്സരിച്ചാലും ഓലൂക്കോ സാർ മത്സരിച്ചാലും കടുത്തുരുത്തിയിൽ ജയിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. താരതമ്യേന ജയസാധ്യത സ്റ്റുഡൻറ് പൊളിറ്റിക്സിൽ നിൽക്കുന്നു. പുതിയൊരു കാൻഡിഡേറ്റ് എന്ന നിലയിൽ നമ്മൾ വരുന്നു. അപ്പോൾ യുവത്വത്തിൻ്റെ ചെറുപ്പക്കാരുടെ ഒരു പ്രാതിനിധ്യം ഇതെല്ലാം വെച്ച് എന്തുകൊണ്ടും നല്ലത് KC പ്രസിഡൻ്റായിരിക്കുന്ന എന്നെ മത്സരിപ്പിക്കുന്നതാണെന്നുള്ളൊരു ഒരു അഭിപ്രായം പല മേഖലകളിൽ നിന്നായിട്ട് ജോസഫ് സാറിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഇങ്ങനെ പാർട്ടിക്കുള്ളിൽ ഒരു ചർച്ച നടക്കുന്ന ഒരു സമയം കൂടിയാണ്. ഏതായാലും ലാസ്റ്റ് ആയപ്പോഴത്തേക്കും നമ്മുടെ LDF-ൻ്റെ തലത്തിൽ തന്നെ ലാസ്റ്റ് ധാരണയായി. LDF-ൻ്റെ തലത്തിൽ ധാരണയായി. അപ്പോൾ KK ജോസഫ് ചേട്ടൻ തീരുമാനിക്കുന്നു, പിന്നെ CPM അദ്ദേഹം പറഞ്ഞു. അപ്പോൾ എൻ്റെ പേര് ഉയർന്നു വരാൻ തുടങ്ങിയപ്പം അദ്ദേഹം കുറച്ച് പുറകോട്ട് പതുക്കെ മാറുന്നൊരു സ്റ്റേജ് വന്നു. എന്നെ വിളിച്ചിട്ട് KK ജോസഫ് ചേട്ടൻ ചോദിച്ചു, സാധ്യത ഇത് കറക്റ്റ് ചിത്രം പറയണം, ആർക്കാണ് നമുക്ക് കിട്ടുമോ അതോ ഓലൂക്കോസ് ആണോ എന്നുള്ളതാണ് പുള്ളിക്കാരാണ്. ഞാൻ പറഞ്ഞത് എനിക്ക് പറയാൻ കഴിയില്ല, അത് പാർട്ടി തീരുമാനിക്കേണ്ടതാണ്, സീറ്റിൻ്റെ കാര്യത്തിൽ തന്നെ ചർച്ചയായിട്ടല്ലേ അതിലേക്ക് വരുള്ളൂ എന്നെല്ലാം പറഞ്ഞ് നമ്മളതിൽ നിന്നൊരു പിന്നെ പ്രത്യേകിച്ചൊരു പക്ഷേ ജോസഫ് ചേട്ടൻ അതിന് ശേഷം CPM ലീഡർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ TK രാമകൃഷ്ണൻ പറഞ്ഞു, കടുത്തുരുത്തി വൈക്കം വിഷ്ണുവും എല്ലാം പറഞ്ഞു, കടുത്തുരുത്തി സീറ്റ് എന്തുകൊണ്ടും കേരള കോൺഗ്രസ് മത്സരിക്കുന്നത് തന്നെയാണ് നല്ലത്, KK മത്സരിക്കുന്നത് അത് നമുക്കത് റിസ്ക് ആയിരിക്കും എന്ന ഒരു നിലയിൽ CPM ലീഡർഷിപ്പ് കൂടെ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഈ പേരും കൂടെ ഇങ്ങനെ വരുന്ന ഒരു സ്ഥിതി കൂടെ വന്നപ്പം അവരുമൊക്കെ അതിനകത്ത് കുറച്ചാണ് അണ്ടർഗ്രൗണ്ടിൽ ഒരു താല്പര്യപ്രകടനം അവരുമൊക്കെ നടത്തി. അങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ എങ്കിലും ഓലൂക്കോ സാറിന് ആഗ്രഹം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഒരു
ഇടിയും വേളത്തിനൊന്നും പോയില്ല. ഞാനതിനകത്തൊരു ഒരു ജനാധിപത്യം മര്യാദ കാണിച്ചു. ലൂക്കോ സാറ് അത്ര ആഗ്രഹമാണ്, സാറ് നോട്ടെ നെക്സ്റ്റ് ടൈം ആണല്ലോ നമുക്ക് കിട്ടുമല്ലോ എന്നുള്ള നിലയിലേക്ക് നമ്മളത് ഉൾക്കൊള്ളാൻ തയ്യാറായി. പക്ഷേ പാർട്ടിപരമായ ചർച്ചയ്ക്കകത്ത് പൊതുവെ ലീഡർഷിപ്പ് അതിൽ പിന്നെ എന്തുകൊണ്ടും ജയസാധ്യതയുടെ ഒരു അടിസ്ഥാനത്തിൽ വരട്ടെ എന്നുള്ള ജോസഫ് സാർ അതിനകത്തൊരു നിലപാടെടുത്തു. അപ്പോൾ ലൂക്കോ സാറിനെ ആ കാര്യങ്ങൾ സാറ് തന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. അങ്ങനെ പാർട്ടിക്കുള്ളിലൊരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കി നിൽക്കുന്നൊരു സ്റ്റേജ് വന്നു. അപ്പം LDFിലെ ചർച്ചയ്ക്കകത്ത് കാൻഡിഡേറ്റ് ഇന്നതാണ് എന്ന ഒരു നിലയിലേക്ക് വരെ പറയുന്ന ഒരു സ്റ്റേജ്. അപ്പോൾ CPM ലാസ്റ്റ് പിന്നെ തീരുമാനിച്ചു കേരള കോൺഗ്രസിന് തന്നെ അടുത്തെടുത്ത സീറ്റ്. അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കി നമ്മൾ പിന്നെ നിൽക്കുന്നു. പിന്നെ പാർട്ടി പ്രഖ്യാപിക്കുകയാണ്. പാർട്ടി പ്രഖ്യാപിക്കുമ്പം ഈ ലൂക്കോ സാർ ഉന്നയിക്കുന്ന സാഹചര്യങ്ങളും എല്ലാം ജോസഫ് സാർ എന്നോട് പറഞ്ഞിരുന്നു. എങ്കിലും ജയസാധ്യത കണക്കാക്കി ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന നിലയിൽ സൂചിപ്പിക്കുകയാണ്. ആദ്യമായിട്ട് പറയുന്നത് ജോസഫ് സാറാണ്. ജോസഫ് സാറാണ് പറയുന്നത്. അതെ അതെ. അപ്പോൾ അങ്ങനെ ധാരണയാക്കി ഇതിലേക്ക് എത്തിച്ചു എന്നുള്ള കാര്യം സാറ് പറയുമ്പം നമുക്കൊരു ഒരു 100 നന്ദി പാർട്ടിയോടും ദൈവത്തോടും എല്ലാം പറഞ്ഞതാണ്. എന്താണ് നമുക്കുണ്ടായ ഒരു പ്രതികരണം എന്നുള്ളത്? 100 നന്ദി ദൈവത്തോടും പാർട്ടിയോടും പറഞ്ഞു, പാർട്ടി ചെയർമാനോടും പറഞ്ഞു. അന്നത്തെ ആ കൂറ് ഇന്നും ജോസഫ് സാറിനോട് പുലർത്തുകയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ 96-ലെ ആ തെരഞ്ഞെടുപ്പിൽ ശക്തമായ വലിയൊരു രാഷ്ട്രീയം കൂടെ അതിനകത്തുണ്ട്. ഈ പോരാട്ടം എന്ന് പറയുന്നത് അതിനകത്തൊരു വലിയൊരു കേരള രാഷ്ട്രീയം ശ്രദ്ധിച്ചൊരു ഒരു പിന്നെ പ്രത്യേകത ആ തെരഞ്ഞെടുപ്പിനുണ്ടായിരുന്നു. കാരണം അതിന് തൊട്ട് മുമ്പ് ജില്ലാ കൗൺസിൽ ഇലക്ഷൻ നടക്കുമ്പോൾ അവിടെ ഒരു ത്രികോണ മത്സരം, സൗഹൃദ മത്സരം നടന്നു. കേരളത്തിൽ സൗഹൃദ മത്സരം എന്നും പറഞ്ഞ് മാണിസാർ ഓമന പേരിട്ട ഒരു മത്സരം നടന്നു. അപ്പോൾ നമ്മുടെ അങ്ങനെ തന്നെ വന്നു. അപ്പോൾ അതിലൊരു തമാശ എന്തെന്ന് വെച്ചാൽ ഈ കേരള കോൺഗ്രസിൻ്റെ പിന്നെ പിളർപ്പ് വരികയാണ്, മാണി ഗ്രൂപ്പ് പിളരുകയാണ്. അതാണ് ഇപ്പം നേരത്തെ ചൂണ്ടിക്കാണിച്ചല്ലോ, മാണി സാറിൻ്റെ പാർട്ടിയും ജേക്കബുമായിട്ട് പിളരുകയാണ്. അപ്പോൾ ജേക്കബ് ഗ്രൂപ്പ് UDFിൽ കരുണാകരനുമായിട്ട് നല്ല ബന്ധത്തിൽ നിൽക്കുന്നു, മാണി സാറ് അല്പം അകലത്തിൽ നിൽക്കുന്നു. അപ്പോൾ അവിടെ ജില്ലാ കൗൺസിലിൻ്റെ ജില്ലാ പഞ്ചായത്ത് സീറ്റ് വന്നപ്പം കോൺഗ്രസ് UDFിൻ്റെ സീറ്റ് ജേക്കബിന് കൊടുക്കുന്നു. PM മാത്യു സിറ്റിംഗ് MLA ആണ്. അപ്പോൾ PM മാത്യുവിൻ്റെ നേതൃത്വത്തിൽ TN ജേക്കബ് നയിക്കുന്ന UDF സീറ്റ് കിട്ടിയപ്പോൾ പിന്നെ പ്രൊഫസർ ജോസ് കോലടി, അദ്ദേഹം ഒരു കോളേജ് അധ്യാപകനൊക്കെയായിരുന്നു, അദ്ദേഹത്തെയാണ് അവർ കാൻഡിഡേറ്റ് ആകുന്നത്. അന്നാണ് കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് LDFിൽ ജോസഫ് സാർ പ്രൊഫസർ EP മാത്യുവിനെ, ഉഴൂർ കോളേജിലെ മറ്റൊരു പ്രൊഫസറാണ്, അദ്ദേഹത്തെ പാർട്ടിയുടെ ഭാരവാഹിയാണ്, അദ്ദേഹത്തെ പ്രഖ്യാപിക്കും. അപ്പോൾ UDF LDF വന്ന് മാണി ഗ്രൂപ്പ് പിളർന്നിരിക്കുകയാണ്. മാണി ഗ്രൂപ്പ് ഈ TN ജേക്കബിൻ്റെ PM മാത്യുവിൻ്റെ സ്ഥാനാർത്ഥിയെ ജില്ലാ കൗൺസിൽ പ്രഖ്യാപിച്ചപ്പോൾ അത് അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞ് സ്റ്റീഫൻ ജോർജിനെ KM മാണിയുടെ സ്ഥാനാർത്ഥിയാകും. അങ്ങനെ അവിടെ ത്രികോണ മത്സരം വരികയാണ്. അപ്പോൾ ത്രികോണ മത്സരം എന്നതങ്ങ് മാറ്റിയിട്ട് സൗഹൃദ മത്സരം എന്ന് മാണിസാറങ്ങ് പേരിട്ടു, ഈ ജില്ലാ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള. അതെ അതെ. അങ്ങനെ ആ മത്സരത്തിൽ ജില്ലാ കൗൺസിൽ 1000 വോട്ടിന് അന്ന് മാണിസാറിൻ്റെ സ്ഥാനാർത്ഥി ജയിക്കുകയാണ്. അപ്പം പിന്നെ 1000 വോട്ടിന് ഞങ്ങളുടെ ഈ പ്രൊഫസർ EP മാത്യു തോക്കുന്നു. 3-ാം സ്ഥാനത്ത് UDFിൻ്റെ ഒഫീഷ്യൽ കാൻഡിഡേറ്റ് PM മാത്യുവിൻ്റെ TN ജേക്കബിൻ്റെ കാൻഡിഡേറ്റ് പോകുന്നു. അങ്ങനെ മത്സരം വരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ് അടുത്ത നിയമസഭയിലേക്ക് വരികയാണ്. നിയമസഭയിലേക്ക് വരുമ്പോൾ UDFിൻ്റെ സീറ്റ് PM മാത്യു സിറ്റിംഗ് MLA PM മാത്യുവിന് കൊടുക്കുന്നു. PM മാത്യു TN ജേക്കബിൻ്റെ പാർട്ടിയുടെ ചെയർമാനാണ്. ഞങ്ങൾക്ക് LDFിൻ്റെ കാൻഡിഡേറ്റായിട്ട് കേരള കോൺഗ്രസിന് സീറ്റ് കിട്ടുന്നു. സൈക്കിൾ ചിഹ്നത്തിൽ ഞാൻ മത്സരിക്കാനായിട്ട് ഞാൻ വരുന്നു. അപ്പോൾ അന്ന് KM മാണി സാർ തന്ത്രപൂർവ്വം, അങ്ങനെയാണ് PC തോമസ്, പഴയ 2 ടൈം LDFിൻ്റെ MLA ആയിരുന്ന PC തോമസിനെ, എൻ്റെ ക്ലാസ് ടീച്ചറാണ്, അദ്ദേഹത്തിൻ്റെ കടുത്ത സ്കൂളിലെ ഞങ്ങളുടെ ഗുരുനാഥനാണ്, കടുത്തത്തി പഞ്ചായത്ത് ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ KM മാണി സാറ് വളരെ തന്ത്രപരമായി രഹസ്യമായൊരു നീക്കത്തിലൂടെ കാൻഡിഡേറ്റായിട്ട് കൂട്ടാൻ തീരുമാനിക്കും. അങ്ങനെ PC തോമസും രംഗത്തേക്ക് വരികയാണ്. അപ്പോൾ ഈ ജില്ലാ പഞ്ചായത്തിലെ ത്രികോണ മത്സരം, സൗഹൃദ മത്സരം തന്നെ നിയമസഭയിലും അപ്ലൈ ചെയ്യാനാണ് മാണി സാറിൻ്റെ സ്ട്രാറ്റജി. അന്ന് മാണി സാറിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഞാൻ 10 മുട്ട വയ്ക്കുന്നു പക്ഷെ 11 വിരിയും പറയുന്നു. 10 മുട്ട വയ്ക്കുകയാണ്, പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 11 വിരിയും. ഈ 11 വിരിയും എന്ന് പറഞ്ഞാൽ അടുത്തിരുത്തിയാണ്. പക്ഷേ അത് ചീമട്ടയായിപ്പോയി. അത് മുട്ടയൊന്നും വിരിഞ്ഞില്ല. മുട്ട വിരിഞ്ഞില്ലെന്ന് മാത്രമല്ല, പക്ഷേ നിസാര വോട്ടല്ല, 20,000 വോട്ട് പിടിച്ചു. 20,000 വോട്ട് പിടിച്ചു. കാരണം UDFിൻ്റെ LDFിൻ്റെ വോട്ട് അദ്ദേഹത്തിന് കിട്ടുക. കാരണം അദ്ദേഹം LDFിൻ്റെ 2 ടൈം MLA ആയിരുന്നു. അപ്പോൾ ഇത്ര ശക്തമായ ഒരു തെരഞ്ഞെടുപ്പിൽ കന്നിയംഗക്കാരനായിട്ട് നിൽക്കുമ്പോൾ വല്ലാത്തൊരു അങ്കലാപ്പ് ഉണ്ടായിരുന്നോ? എനിക്ക് ഒരു അങ്കലാപ്പും ഇല്ലായിരുന്നു. ജയിക്കുമെന്ന് അതെന്നറിയോ, ഞാൻ ഈ നോമിനേഷൻ കൊടുക്കാൻ ആദ്യം പോകുന്ന ഒരു ദിവസം നമുക്ക് പാർട്ടി പ്രഖ്യാപിക്കുന്നു,
അപ്പോൾ നോമിനേഷൻ കൊടുക്കുമ്പം അവ്യക്തതകൾക്കിടയിലാണ് നോമിനേഷൻ, ചർച്ച പൂർത്തിയായിട്ടില്ല. അപ്പോൾ പി ജോസഫ് സാർ പാർട്ടി സ്ഥാനാർത്ഥി എന്നതിൽ എന്നെ പ്രഖ്യാപിക്കുന്നു, നോമിനേഷൻ കൊടുക്കാൻ പറയുന്നു. നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി എന്നെ പ്രഖ്യാപിച്ചത് തന്നെ ഒരുപാട് ആളുകൾ ഭയങ്കര സ്നേഹപൂർവ്വം നമ്മുടെ സഹകരണം അറിയിച്ചുകൊണ്ട് വരാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഞാനപ്പോൾ ഒരു വാർത്ത കൊടുത്തു. പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക് കടുത്തുരുത്തിയിൽ നിന്ന് പ്രകടനമായിട്ട് പോയി നോമിനേഷൻ കൊടുക്കുകയാണെന്നൊരു ഡിക്ലറേഷൻ നമ്മൾ നടത്തി. നല്ലൊരു ജനക്കൂട്ടം കൂടെ ഉണ്ട്. അപ്പം പിന്നെ മറ്റ് സ്ഥാനാർത്ഥികളെല്ലാം വണ്ടിയിലാണ് പോയി കൊടുത്താണ്. അപ്പോൾ അവരങ്ങനെ പോയി കൊടുത്തു. സാറിന് അങ്ങനെ പണ്ടാണ് പ്രകടനമൊക്കെ ഉണ്ട്. ഏതായാലും ഞാനിത് പ്രകടനമായിട്ട് കൊടുക്കുമെന്ന് അനൗൺസ് ചെയ്തതൊരു ദൈവാനുഗ്രഹമായി. കാരണം ഞാൻ രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് നമ്മൾ രാവിലെ നോമിനേഷൻ കൊടുക്കുന്നതിന് വേണ്ടി കണക്കാക്കി വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങി കടുത്തുരുത്തി ടൗണിലോട്ട് ചെല്ലുമ്പം മണ്ണ് വീഴാൻ മേലാത്ത വിധത്തിൽ ജനസാഗരമായിട്ട് ജനം നിറഞ്ഞിരിക്കുക. ഇത് സാധാരണക്കാരായ മനുഷ്യർ. നമുക്കന്ന് വലിയ പാർട്ടി സംവിധാനം എന്നാൽ ഞങ്ങൾക്ക് വലിയ കാര്യമായിട്ടൊന്നുമില്ല. കാരണം പുലൂക്കോസ് സാർ പിണങ്ങി എന്നായിരുന്നു. പുലൂക്കോസ് സാറിന് സീറ്റില്ലാന്ന് വന്നപ്പോൾ സാറൊന്ന് പിണങ്ങി. സാറുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ അവരൊന്ന് പതുക്കെ ഒരു ബുദ്ധിമുട്ടിലായി. പക്ഷെ പിന്നീട് അവർ സജീവമായിട്ട് സാറ് പിന്നീട് പിന്നെ വ്യത്യസ്തമായ നിലപാടെടുക്കുകയൊക്കെ ചെയ്തായിരുന്നു. പക്ഷേ നമ്മൾ മരണം വരെ സാറിനോട് സ്നേഹത്തിൽ തന്നെയാണ് പോയിട്ടുള്ളത്. പക്ഷേ എങ്കിലും കൂടെ നിന്നവരല്ല ഇപ്പം എല്ലാവരും സഹകരിച്ചുണ്ട്. പക്ഷേ എങ്കിലും ലൂക്കോസ് സാർ പിന്നീട് മരിച്ചു. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുമ്പോൾ ജനങ്ങളുടെ ഒരു വലിയ പിന്തുണ പരസ്യപ്രകടനമായിരുന്നു. അതും നമുക്കൊരു വലിയ ശക്തിയായിരുന്നു. അപ്പം പിന്നെ ധൈര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടായി. കാരണം ആളുകൾ തെരഞ്ഞെടുപ്പിൽ നമ്മളെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പകൽ പോലെ വ്യക്തമായി. അപ്പോൾ അതിൽ നമ്മൾ ജയിച്ചു വരട്ടെ എന്നുള്ളതിലേക്ക് ജനം സ്റ്റാൻഡ് എടുത്തു. എന്നാൽ ഈ 15,000 അതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പം ഈ പറഞ്ഞ 10 മുട്ട വെച്ച് 11 വിരിയെന്നൊക്കെ മനസ്സാർ പറഞ്ഞിട്ടില്ല. ജില്ലാ പഞ്ചായത്ത് ഞങ്ങൾ തോറ്റും പോയി. അപ്പോൾ എന്താണെന്ന് അറിയത്തില്ലോ ഞങ്ങൾ, നമുക്ക് ആദ്യത്തെ ഇലക്ഷനാണല്ലോ. കന്നിയംഗത്തിൽ 15,000 വോട്ട് വാങ്ങി ജയിച്ചു, അതും ഒരു ത്രികോണ മത്സരത്തിലൂടെ. അപ്പോൾ പിന്നീട് കടുത്തുരുത്തി ചേർത്ത് പിടിച്ചു. പക്ഷേ 2001 സ്റ്റീഫൻ ജോർജ് അങ്ങേ പരാജയപ്പെടുത്തി. അതിനുശേഷം ഇങ്ങോട്ട് ഉള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം കടുത്തുരുത്തി മണ്ഡലത്തിൻ്റെ പ്രതിനിധിയായി നിയമസഭയിലെത്തുകയും 2006, 2011 കാലഘട്ടത്തിൽ VS മന്ത്രിസഭയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാവുകയും ചെയ്തു. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ മണ്ഡലം അങ്ങേ എത്രത്തോളം ചേർത്ത് പിടിച്ചിട്ടുണ്ട്, ഈ മണ്ഡലത്തെ അങ്ങ് എത്രത്തോളം ചേർത്ത് പിടിക്കുന്നുണ്ട്? അത് കടുത്തുരുത്തി മണ്ഡലം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹൃദയ വികാരമാണ്. ആ നിയോജക മണ്ഡലത്തിലെ MLA ആകുന്നതിന് മുമ്പേ തന്നെ കടുത്തുരുത്തി എന്ന് പറയുന്ന ഒരു പ്രദേശത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ആഗ്രഹിക്കുകയും അതിനുവേണ്ടിയുള്ള എല്ലാ പൊതുപരിപാടികളിലും മുൻപന്തി നിൽക്കുകയും ചെയ്യുന്നതായിരുന്നു എൻ്റെ ഒരു പ്രവർത്തന രീതി. ഇപ്പോൾ KSC പൊളിറ്റിക്സിനകത്ത് നിൽക്കുമ്പം സ്റ്റുഡൻറ്റ് പൊളിറ്റിക്സ് ആണെന്ന് പറഞ്ഞാലും നമ്മുടെ പൊതുരാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഞാൻ സജീവമായിരുന്നു. അതുപോലെ കടുത്തുരുത്തിയിലെ പള്ളിയായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ കടുത്തുരുത്തിയിൽ ചർച്ചിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ പള്ളിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കകത്തെല്ലാം വളരെ ആക്റ്റീവായിരുന്നു. കടുത്തുരുത്തി ഒരു മതേതരത്വത്തിൻ്റെ സ്ഥലമാണ്. അപ്പോൾ അവിടെ നാനാജാതി മതസ്ഥരായിട്ടുള്ള അപ്പോൾ ഹിന്ദു കമ്മ്യൂണിറ്റിയും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്നത്. അപ്പോൾ അവിടുത്തെ എല്ലാ പരിപാടികൾക്കകത്ത് ഒരുപാട് പ്രോഗ്രാംസ് വരും. ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കലാപരിപാടികൾ, സാംസ്കാരിക പരിപാടികളൊക്കെ നമ്മൾ ആക്റ്റീവായിരുന്നു. അപ്പോൾ അതിലെൻ്റെ ഫാദറും അങ്ങനത്തെ ഒരു രീതിയിൽ ആണ് പോകുന്നത്. അവിടുത്തെ എല്ലാ ഒരുപാട് സാംസ്കാരിക പ്രസ്ഥാനങ്ങളുടെ എല്ലാം പ്രസിഡൻ്റായിട്ടും പബ്ലിക് ലൈബ്രറി റേഷൻ ഷോപ്പായിരുന്നു ദീർഘകാലം. അല്ല, ഈ കടുത്തുരുത്തിയുടെ ചരിത്രം പറയുമ്പോൾ തന്നെ ഈ കടിച്ചിരുത്തി എന്നാണ്. അതായത് അവിടെ ഒരു മഹാദേവ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കടിച്ചുകൊണ്ടുവന്ന ഒരു മുനി എടുത്തു വെച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ വൈക്കത്തൊരു പ്രതിഷ്ഠ നടത്തി, ഏറ്റുമാനൂരും ഒരു പ്രതിഷ്ഠ നടത്തി, മൂന്നാമത്തെ പ്രതിഷ്ഠ കടുത്തുരുത്തിയിലായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ കടിച്ചിരുത്തി ക്ഷേത്രങ്ങളിൽ ഒന്നിച്ചു തൊഴുക എന്നുള്ളതൊരു വലിയ കാര്യമാണ്. അപ്പോ അത് ഒരു ഐതിഹ്യമാണെങ്കിൽ PJ ജോസഫ് എന്ന് പറയുന്ന രാഷ്ട്രീയ ആചാര്യൻ കടുത്തുരുത്തിയിൽ കടിച്ചിരുത്തിയ ഒരു പ്രതിഷ്ഠയാണ് മോൻസ് ജോസഫ്. അപ്പോൾ അത്തരത്തിൽ നാളിതുവരെ ആ മണ്ഡലത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ജനസ്വാധീനത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു വ്യക്തിഹത്യാപരമായ പ്രചരണങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തി മാനസികമായി കുറച്ച് വേദനകളൊക്കെ അങ്ങേക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കാൻ കഴിഞ്ഞപ്പോഴും ഒരാളെയും മോൻസ് ജോസഫ് കുറ്റപ്പെടുത്തിയതായി കേട്ടില്ല. അപ്പോൾ രാഷ്ട്രീയ പ്രതിയോഗികളോട് പോലും മോൻസ് ജോസഫിൻ്റെ ഒരു പ്രതികരണം എങ്ങനെയാണ്? അതെനിക്ക് 3 നേതാക്കളാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളത്. 1 മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി സാർ, 2 എൻ്റെ നേതാവായിരിക്കുന്ന PJ ജോസഫ് സാർ,
3 കേരള കോൺഗ്രസിൽ ഞങ്ങളെല്ലാം ബഹുമാനിക്കുന്ന KM മാണി സാർ. ഈ 3 രാഷ്ട്രീയ നേതാക്കന്മാർ കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാതൃകയാണ്. അവരെ എന്തുമാത്രം ആളുകൾ അനാവശ്യം പറഞ്ഞാൽ, എന്തുമാത്രം ആളുകൾ ആക്രമിച്ചാൽ തിരിച്ചൊരു വാക്ക് പോലും പി ജോസഫ് സാറ് കുറ്റപ്പെടുത്തിയോ മോശമായിട്ട് ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല. ശരിയാണ്. നിയമസഭയ്ക്കകത്തും പുറത്തും. KM മാണി സാറിനെ പ്രമുഖരായ നേതാക്കളുടെ പേര് പറയുന്ന ശരിയില്ലാത്ത ഞാൻ പറഞ്ഞ എത്രയോ പേര് എന്തൊക്കെ പറഞ്ഞ് വേട്ടയാടുക ആക്ഷേപിച്ചു. ഈ നിയമസഭയ്ക്കകത്ത് ഞാൻ സത്യത്തിൽ നമ്മൾ അത്ഭുതത്തോടെ നോക്കുന്നവരുണ്ട്. ഈ അകത്തങ്ങ് ആഞ്ഞടിച്ച് KM മാണി എന്ന് പറയുന്ന ഒരു ഭീകരജീവിയാണെന്ന് വരുത്തി ചേർത്ത് പറഞ്ഞിട്ട് പോകുന്നു കേട്ടു. പുറത്തോട്ടിറങ്ങുമ്പം നന്നായി സംസാരിച്ചു. അത് സത്യത്തിൽ അതാണ് മാണിസം എന്ന് പറയുന്നത്. അത് ഇപ്പോഴത്തെ ജോസ്കമ്മയുടെ പാർട്ടിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് സംശയം. അത് ഞങ്ങളെല്ലാം കണ്ടുകൊണ്ട് നമുക്കൊരു എന്ന് പറഞ്ഞ പോലെ തന്നെ ഉമ്മൻചാണ്ടി സാർ എന്തുമാത്രം ആക്രമണം ഏറ്റാലും ഉമ്മൻചാണ്ടി സാറ് വളരെ ശാന്തമായി സ്നേഹപൂർവ്വം എതിരാളിയോട് സംസാരിക്കുന്നത്. കൊഴൂർ വിജയൻ ഈ ഇതുപോലത്തെ ആക്രമണങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും നന്നായി പ്രയോഗിക്കുന്ന ഒരാളാണ്. അതെ അതെ, കാതികനായിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ പ്രസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര മനോഹരമാണ്. അപ്പോൾ ആളെ കൊല വിളിക്കുകയാണല്ലോ. ഈ എതിരാളിയായിട്ടിരിക്കുന്ന ഉന്നത നേതാവിനെ കൊല വിളിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ കൊലപാതക പ്രസംഗം നടത്തിയാൽ പോലും വിജയൻ എന്നോട് പലപ്പോഴും ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധമായിരുന്നു. 2 ചേരിയായിട്ടൊക്കെ നിൽക്കുമ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ടോ, ഈ മാണി സാറും ഉമ്മൻചാണ്ടി സാറും 2 പേരാണ് പുള്ളി ഏറ്റവും കൂടുതൽ ആക്രമിച്ചിട്ടുള്ളത് നയിക്കുക. അവർ 2 പേരോട് ചെയ്യണേ വിജയ അധികം ഇങ്ങനെ പറയുമ്പോൾ ഒന്ന് ഓർത്തോണേ, ഒത്തിരി ഇങ്ങനെ പറഞ്ഞു പോകുമ്പോഴത്തേക്കും അത് ഒരു വിഷമം ഉണ്ടായില്ലേ നോക്കാന്ന് കേട്ടോ. അതൊക്കെ വിജയനൊരു വിഷമമില്ലാന്ന് നോക്കണം, വിജയന് വിഷമമില്ലാന്ന് നോക്കണം, അവർക്കൊരു വിഷമമില്ല എന്ന് മാണി സാറ് തമാശയായിട്ട് പറയും. ഉമ്മൻചാണ്ടി സാർ പല പ്രാവശ്യം എടുത്തു. താൻ ഇന്നലെ അവിടെ പറഞ്ഞ പലരും എന്നോട് പറഞ്ഞു നല്ല പ്രസംഗമായിരുന്നാ പറയുന്നത്, ആക്രമിച്ച് കൊല്ലുക. അപ്പം അങ്ങനത്തെ അവർ അങ്ങനെയുള്ള നേതാക്കളുടെ ഒരു രീതി തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള കാര്യം. ഞാൻ ചെറുപ്പം മുതൽ പിന്നെ നമ്മൾ ആരെ ആക്രമിക്കാതെ രാഷ്ട്രീയ ശക്തമായ നമ്മുടെ പോയിന്റുകൾ പറയും. പൊളിറ്റിക്കൽ അറ്റാക്ക് നമ്മളാണ്. LDF സർക്കാരിനെ ആഞ്ഞടിച്ച് നമ്മൾ വിമർശിക്കുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പം വ്യക്തിഹത്യ നടത്താനും വ്യക്തിപരമായി ആക്രമിക്കാനും സാധാരണ അവരെ പരിഹസിക്കാനും കളിയാക്കാനൊന്നും ഞാൻ സാധാരണ ശ്രമിക്കാറില്ല. അങ്ങനത്തെ ഒരു രാഷ്ട്രീയ ശൈലിയിൽ ഒരിക്കലും പോയിട്ടില്ല. അപ്പോൾ ഈ നേതാക്കൾ ഒരു മാതൃകയായിരുന്നു. അതുകൊണ്ട് നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് അവരെപ്പോഴും സ്വീകരിക്കുന്നത്. മറ്റുള്ളവരെ അവർ ബഹുമാനിക്കുന്നുണ്ട്. അവരെക്കുറിച്ചൊന്നും പറയുന്നവരോട് പിണങ്ങാറുമില്ല. അപ്പോൾ അങ്ങനെ എടുത്തിരിക്കുന്ന ഒരു ശൈലി രാഷ്ട്രീയത്തിലൊരു വലിയ മാതൃകയായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മളതിൻ്റെ പുറകെയാണ്. ആ രീതി തന്നെ പോകുന്ന നല്ലതെന്ന് തോന്നുന്നു. ഇപ്പോൾ എന്നെ തന്നെ പറഞ്ഞല്ലോ, എന്തുമാത്രം വേട്ടയാടലും ആക്രമിക്കലും ഇന്നും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും പിന്നെ ഒരു സത്യമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത വിധത്തിൽ അങ്ങ് പറഞ്ഞ് സ്ഥാപിക്കാൻ വേണ്ടി പലരും കിടന്ന് മെനക്കെടുക. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ചിരി വരും. കാരണം നമുക്കിത് സത്യമായിട്ട് ഇപ്പം ഞാനും എൻ്റെ ഭാര്യയും പിന്നെ മോളും വീട്ടിൽ ഇരിക്കുമ്പോഴത്തേക്കും ഞങ്ങളിത് കേട്ടിട്ടുണ്ട്. ഈ ഇവന്മാരെ പലരും പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ട് കഴിയുമ്പം അപ്പം ഞാനത് അവരും ഒന്നിച്ചിരുന്ന് കാണുമ്പോൾ സത്യത്തിൽ കൂടിയിരുന്ന് കാണുന്നവർക്ക് പോലും ഇവരോട് ഭയങ്കരമായ ഒരു പിണക്കവും വൈരാഗ്യമൊക്കെ തോന്നാം. പക്ഷെ അവിടെ ഞാൻ ആശ്വസിപ്പിക്കാറുള്ളൂ. കാരണം നമ്മളത് കാര്യമായിട്ട് എടുക്കണ്ട, പൊളിറ്റിക്സാണ്. പക്ഷേ ഇവരിങ്ങനെ പറയുന്നത് പിന്നെ എന്തുമാത്രം അധാർമികമാണ് എന്നുള്ളതിനെക്കുറിച്ച് സ്വയം ഒരു വിലയിരുത്തൽ പലപ്പോഴും ഞാൻ നടത്താറുണ്ട്. അവിടെയെല്ലാം നമ്മൾ ക്ഷമിക്കുകയും പിറ്റേ ദിവസം അവരെ കണ്ടാലും നമ്മുടെ നേതാക്കൾ കാണിക്കുന്ന പോലെ ക്ഷയിക്കാൻ എടുത്ത് പോകുന്നു. കെട്ടിപ്പിടിക്കുന്നൊന്നുമില്ല, ക്ഷയിക്കാൻ എടുത്ത് പോകുന്നു. ഇടതുമുന്നണിയിലായിരുന്നപ്പോഴും വലതുമുന്നണിയിലായിരുന്നപ്പോഴും ഈ പറയുന്ന KM മാണി സാറുമായിട്ടാണെങ്കിലും മറ്റുള്ള രാഷ്ട്രീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഉമ്മൻചാണ്ടി അടക്കമുള്ളവരുമായിട്ട് ഒരു നല്ല ഹൃദയബന്ധം, അതിലൊക്കെ ഉപരിയായിട്ട് VS അച്യുതാനന്ദനും താങ്കളുമായിട്ടുള്ള ഒരു ബന്ധം ഒരു പിതാവും പുത്രനും എന്നുള്ള നിലയിലുള്ള ഒരു ആത്മബന്ധമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം എൻ്റെ മന്ത്രിസഭയിൽ ഏറ്റവും പ്രഗത്ഭനായ ഒരു മന്ത്രിയാണ് മോൻസ് ജോസഫ് എന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞതായിട്ടാണ് കേട്ടിട്ടുള്ളത്. PJ ജോസഫ് സാറിനെ സംബന്ധിച്ചിടത്തോളം KM മാണി സാറിന് ഒരു കേസുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭയിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്ന 1978 അദ്ദേഹം ആഭ്യന്തരമന്ത്രി സ്ഥാനം ഒഴിയേണ്ടതായി വന്നപ്പോൾ PJ ജോസഫ് സാറാണ് പകരം ആഭ്യന്തരമന്ത്രി. ഏറ്റവും ചെറുപ്പത്തിൽ കേരളത്തിലെ ഏറ്റവും ചെറുപ്പത്തിൽ മന്ത്രി. കുറ്റാരോപിതനായിരുന്ന KM മാണി സാറ് കുറ്റവിമുക്തനായി തിരികെ എത്തിയപ്പോൾ ആ നിമിഷം തന്നെ മന്ത്രിസ്ഥാനം രാജിവെച്ചു കൊടുത്തയാളാണ് PJ ജോസഫ്. അത്തരത്തിൽ മോൻസ് ജോസഫും തൻ്റെ രാഷ്ട്രീയ നിലപാടിൽ സത്യസന്ധത പുലർത്തിയിട്ടുണ്ട്. ഇതൊക്കെ അങ്ങയുടെ വ്യക്തി ജീവിതത്തിലും
രാഷ്ട്രീയ ജീവിതത്തിലും എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്? അല്ല, അതിലും പി ജോസഫ് സാറിൻ്റെ നിലപാട് നമുക്കൊരു മാതൃകയായിരുന്നു. ഈ കെ എം മാണി സാറ് പിന്നെ കുറ്റവിമുക്തനായി തിരിച്ചു വരുമ്പം പി ജോസഫ് സാർ ആ നിമിഷം തന്നെ രാജിവെച്ചു എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ വലിയ വാർത്തയാണ്. ജോസഫ് സാറിനെ ഒരു ജെന്റിൽമാൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ആ കാലഘട്ടത്തിൽ മാധ്യമങ്ങൾ മുഴുവൻ ഒരേപോലെ പ്രതികരിച്ചത് ഞങ്ങൾക്കെല്ലാം അഭിമാനം പകർന്നിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതല്ല, ഇതിപ്പം ജോസഫ് സാറ് തിരിച്ചു വരുമ്പം പിന്നെ നാച്ചുറലായി ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാനത് രാജിവെച്ച് അന്നേരം തന്നെ മാറുക എന്നുള്ളത്. അല്ല, ഇത് നിങ്ങൾ രണ്ടുപേരും മാതൃകയായി എന്നുള്ളത്. അപ്പോൾ എനിക്കതിനകത്ത് വേറെ കാര്യമുണ്ട്. ഞങ്ങളുടെ പാർട്ടിപ്പെട്ട ആൾ എന്നെ മന്ത്രിയാക്കുന്നതിന് കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എന്നെ മന്ത്രിയാക്കുന്ന ഒരു വിഷയം വന്നു കഴിഞ്ഞപ്പം എന്നെ മന്ത്രിയാക്കിയാൽ ഭയങ്കര അപകടം ഉണ്ടാകുമെന്നാണ് പാർട്ടിയിൽ കുറച്ച് പേരെങ്കിലും അന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം പിന്നെയും മാറാൻ സാധ്യതയില്ലെന്നുള്ളതാണ്. ചെറുപ്പത്തിൽ മന്ത്രിയാവുമോ? കുരുളെ മാറിയപ്പോഴാണല്ലോ കുറുളഞ്ചേട്ടൻ മാറിയപ്പോഴത്തേക്കും എന്നെ ആക്കുവാണ്. എന്നെ ആക്കുന്നതിന് അന്ന് ഞാൻ പറഞ്ഞ പെട്ടെന്ന് ആക്കുന്നതിന് പറ്റാതെ വന്നു. 5-6 മാസക്കാലത്തേക്ക് ഒന്ന് പിന്നെ CPM തന്നെ ഭരിച്ചു. അങ്ങനെ ചെറിയൊരു പീരീഡ് നടത്തിയതിനു ശേഷം അല്ലല്ല, ട്രയൽ റൺ അല്ല, അത് ഞങ്ങൾക്കിടയിൽ ഞങ്ങളുടെ പാർട്ടിക്കുള്ളിലുള്ള ചില ആഭ്യന്തര ഇടപെടലുകളാണ്. അതിൽ കുറുളാഞ്ചേട്ടൻ്റെ രാജി ഉണ്ടായി അന്ന് രാത്രി തന്നെ ജോസഫ് സാർ എന്നെ തീരുമാനിച്ചു. അത് തിരുവനന്തപുരത്ത് പാർട്ടിയുടെ ഒരു യോഗം ചേർന്നു. അവിടെ വെച്ച് തീരുമാനമെടുത്തു. ജോസഫ് സാർ എന്നെ അന്ന് രാത്രി തന്നെ എന്നോട് സാറിൻ്റെ കൂടത്തിൽ എന്നെ വണ്ടിയെ കയറ്റി നേരെ ഞങ്ങൾ വെട്ടുകാട് പള്ളിയിലോട്ട് പോകുന്നു. വെട്ടുകാട് പള്ളിയിൽ പോയി നേർച്ചയിട്ട് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് മന്ത്രിസ്ഥാനത്തേക്ക് മോൻസിനെ നിർദ്ദേശിക്കുന്നു. ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ആലോചിച്ച് ചെയ്യാം എന്ന് പറഞ്ഞ് എന്നോട് ചില പാർട്ടിപരമായ ചില കാര്യങ്ങൾ അവിടെ വെച്ച് പള്ളിയിൽ ഞങ്ങൾ സംസാരിച്ചു. അവിടെ നിന്ന് പുറപ്പെടുവിക്ക് പോരുവാണ്. അപ്പം അതിനുശേഷം പിന്നീട് വീട്ടിൽ പല പ്രാവശ്യങ്ങളായിട്ട് ചേർന്നു. ഞങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ LDF ആയിട്ട് പിന്നെ ഈ സത്യപ്രതിജ്ഞ കാര്യങ്ങളെല്ലാം തീരുമാനിക്കാനിരിക്കുന്നതിനിടയിലാണ് പാർട്ടിയിൽ ചില ആഭ്യന്തര പ്രശ്നങ്ങൾ വരും. ചില പിന്നെ അന്ന് ഞങ്ങളുടെ കൂടെ സുരേന്ദ്രൻപിള്ളയുണ്ട്. അപ്പം സുരേന്ദ്രൻപിള്ള എന്നെ എല്ലാ പിന്തുണയിൽ നിന്ന് എന്നെ അനുഗ്രഹിച്ച് പിന്നെ മോൻസ് തന്നെ മന്ത്രി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സ്നേഹപൂർവ്വം തിരുവനന്തപുരത്ത് നിന്ന് പിരിഞ്ഞതാണ്. പക്ഷേ അതിനുശേഷം ചില ഇടപെടലുകൾ വന്നു. ആ ഇടപെടലുകൾ വന്നപ്പം അദ്ദേഹം ഒന്നും നേരിട്ട് രംഗത്ത് വന്നില്ലെങ്കിലും പാർട്ടിക്കുള്ളിൽ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പം പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ മനസ്സിലാക്കിയത്, എന്നെയൊക്കെ ആക്കിയാൽ ഈ ചെറുപ്പമായതുകൊണ്ട് പിന്നെ മാറിയില്ലെങ്കിൽ കുഴപ്പമാണല്ലോ. ജോസഫ് സാർ തിരിച്ചു വരുമ്പോൾ ഞാൻ കൊടുത്തില്ല എന്ത് ചെയ്യും? രണ്ട് ഈ അധികാരത്തിൻ്റെ കേന്ദ്രങ്ങളിലേക്കൊക്കെ കടന്നു വന്നു കഴിയുമ്പം വളരെ സൂക്ഷിക്കണമെന്നുള്ളതാണ് പലരും പറഞ്ഞൊരു പോയിന്റ്. കാരണം പിന്നെ മാറാൻ സാധ്യതയില്ല. ഈ അധികാരവും സാമ്പത്തികവും അധികാരവും ഈ PWD ആണല്ലോ വകുപ്പ്. അപ്പം സാമ്പത്തികമായിട്ട് പല സാധ്യതകളുള്ളതാണ്. അതിനോട് VS പിണറായി സഹോ അന്ന് പാർട്ടി സെക്രട്ടറി CPM ജോസഫ് സാർ കൊണ്ട് പറഞ്ഞിട്ടോ മനുഷ്യർ സൂക്ഷിച്ചോണം മറ്റു കാര്യങ്ങളൊക്കെ വന്നു. അപ്പം ഞങ്ങളെല്ലാം നേതൃത്വത്തിൽ നിൽക്കുന്ന എല്ലാവരുടെയും കാര്യത്തിൽ ഒരു ഉപദേശം എനിക്കുണ്ട്, സൂക്ഷിച്ചോണം എന്നുള്ള വിഷയമുണ്ട്. അപ്പം ഈ നമ്മളോട് പറഞ്ഞ മറ്റുള്ളവരെല്ലാം പാർട്ടി നേതൃത്വത്തിൽ പറയുന്നത് എന്നെ സൂക്ഷിക്കണമെന്നുള്ളതാണ്. കാരണം ഇതെല്ലാം കൂടെ കണ്ടു കഴിയുമ്പോൾ ഞാനിത് മാറിയില്ല എന്നായി, അപ്പോൾ പിടിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആക്കാതിരിക്കുക ബുദ്ധി എന്നുള്ള ലൈനിലേക്ക് ഒരു ചർച്ച വന്നു. അതൊരു സത്യമാണ്. അങ്ങനെ ഇത് കുറച്ച് നാളത്തേക്ക് വന്നപ്പോൾ പാർട്ടിക്ക് ഒരു ക്ഷീണമായിട്ട് വരുന്നൊരു ഘട്ടത്തിലാണ് പിന്നെ ഞങ്ങൾ പാർട്ടിപരമായിട്ട് തന്നെ തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യം വരുന്നു. ഏതായാലും പിന്നെ തീരുമാനത്തിലേക്ക് വന്നു. അങ്ങനെ എന്നെ തീരുമാനിച്ചു, അനൗൺസ് ചെയ്തു. അപ്പം എന്നെ കൊച്ചി വെച്ചാൽ തീരുമാനിക്കുന്നത്. സരോവരം ഹോട്ടലിൽ പാർട്ടി നേതൃയോഗം ചേർന്ന് തീരുമാനിച്ച് ജോസഫ് സാർ ഡിക്ലെയർ ചെയ്യുന്നു. അപ്പോൾ എന്നോട് പത്രക്കാർ ചോദിച്ചപ്പോൾ ആദ്യത്തെ എൻ്റെ പ്രതികരണം, പി ജോസഫ് സാറിൻ്റെ കേസ് കൊണ്ടാണ് ഞാനിപ്പം ഇങ്ങനെ മന്ത്രിസ്ഥാനത്തേക്ക് വരേണ്ടി വരുന്നത്. സാറ് കുറ്റവിമുക്തനാക്കപ്പെട്ട അല്ലെ കേസ് അവസാനിച്ച് വരുന്നത് എപ്പോഴാണോ ആ നിമിഷം എന്നെ പാർട്ടി ഏൽപ്പിച്ച മന്ത്രിസ്ഥാനം ഞാൻ രാജിവെക്കുമെന്നും ജോസഫ് സാറിന് വേണ്ടി വഴിമാറുമെന്നും എൻ്റെ ഫസ്റ്റ് ഡിക്ലറേഷൻ. അത് ഞാൻ കൃത്യമായിട്ട് പാലിച്ചു. ഞാൻ ജോസഫ് സാറിൻ്റെ ചെന്നൈ കോടതിയിൽ നിന്ന് സാറ് കുറ്റവിമുക്തനാക്കി വിധി വരുമ്പോൾ കോട്ടയം ടൗണിൽ അന്ന് പിന്നെ കോട്ടയം രൂപതാധ്യക്ഷൻ മൂലക്കാട്ട് പിതാവിൻ്റെ കൂടെ ഒരു സ്ഥാപനത്തിൻ്റെ ശിലാസ്ഥാപന കർമ്മത്തിനകത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ വാർത്ത വരുന്നത്. വാർത്ത വന്ന അപ്പം തന്നെ പാർട്ടി ഓഫീസിൽ വന്നു. കോട്ടയം പ്രസ് ക്ലബ്ബിൽ വിളിച്ചു പറഞ്ഞു, പിന്നെ ഞാൻ പത്രസമ്മേളനം നടത്തുക, പത്രക്കാരെ കാണുന്നുണ്ട് എന്ന് പറയുന്നു. പ്രസ് ക്ലബ്ബിൽ പോകുന്നു, പത്രസമ്മേളനം നടത്തി ഞാൻ രാജിവെക്കുകയാണ്, എൻ്റെ രാജ്യസന്നദ്ധത പ്രഖ്യാപിച്ചു. അപ്പം നമുക്ക് 100% അതിനകത്തൊരു നീതിപൂർവ്വം സത്യസന്ധത അത് പുലർത്താൻ രണ്ടാൾക്കും കഴിഞ്ഞിട്ടുണ്ട്. വിഷയം വന്നപ്പം ജോസഫ് സാറിനായാലും ജോസഫ് സാറിൻ്റെ ഒരു വിഷയത്തിൽ മോൻസിനായാലും അത് സാധിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. ഈ കന്യാംഗത്തിൽ ജയിച്ച് MLA ആയതിനു ശേഷം മണ്ഡലത്തിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്തത് എന്തായിരുന്നു? ഏറ്റവും ആദ്യം നമുക്ക് അവിടെ റോഡുകൾ നന്നാക്കുക അതിന് വളരെ തകർന്ന് തരിപ്പണായി കിടക്കുന്ന
നല്ല റോഡൊന്നും കടുത്തുരുത്തി സിറ്റിംഗ് MLA ഒന്നും ചെയ്തിരുന്നില്ല. അല്ല അങ്ങനെയല്ല, അതിനകത്ത് ഇപ്പോൾ അവരുടെ ഒന്നും കുറ്റമല്ല. ഞങ്ങളൊക്കെ വന്ന ആ ഒരു സമയം മുതലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഈ വികസനത്തിലേക്ക് വേണ്ടിയുള്ള ഒരു കാര്യങ്ങളിലേക്ക് MLA മാർ. പക്ഷേ പി ജോസഫ് സാർ അങ്ങനെയായിരുന്നു. സാർ ആദ്യം മുതൽ ഈ മണ്ഡലത്തിൻ്റെ വികസനത്തിനുണ്ട്. തൊടുപുഴ, പഴയ തൊടുപുഴ എന്തായിരുന്നു? അതെ അതെ. ചെറിയൊരു കൊച്ചു പട്ടണമായിട്ട് മാത്രം നിന്നാണ്. ഇന്ന് തൊടുപുഴ എങ്ങനെ നിൽക്കുന്നു? അപ്പോൾ അത് സാറിൻ്റെ ഒരു വലിയ ദീർഘവീക്ഷണത്തിൽ നിന്ന് വന്ന പദ്ധതികളാണ് തൊടുപുഴയെ മാറ്റിമറിച്ചത്. വലിയ വിരോധത്തിലേക്ക് ഒരു വലിയ പട്ടണമായിട്ട് മാറി. അപ്പോൾ സാറിന് ആദ്യം മുതൽ ആ ഒരു കാര്യത്തിൽ കാഴ്ചപ്പാടുണ്ടായിരുന്നയാളാണ്. എന്നാൽ ഈ മണ്ഡലങ്ങളുടെ കാര്യത്തിൽ ഇപ്പം ഞാൻ പറയും, ഇപ്പോൾ പുതുപ്പള്ളി ആകട്ടെ അല്ലെങ്കിൽ പാലയാകട്ടെ, അവിടെയൊന്നും ഈ ആദ്യഘട്ടത്തിൽ വലിയ വികസന കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടി വന്നിട്ടില്ല. അവരെല്ലാം കേരള രാഷ്ട്രീയത്തിലെ പ്രധാന നേതാക്കൾ എന്ന നിലയിൽ പോകുന്നതായിരുന്നു MLA മാരുടെ പൊതുവായൊരു രീതി. അപ്പം മന്ത്രിയാകുന്നവർ കേരളത്തിന് വേണ്ടി മൊത്തം ഭരിക്കുക, MLA മാരാകുന്നവർ നിയമസഭയെ നന്നായിട്ട് ശോഭിക്കുക, നിയമസഭാ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. മണ്ഡലത്തിൽ ഇപ്പോൾ പറഞ്ഞ മൊത്തം വികസനവും കാര്യങ്ങളും ഒക്കെയാണ് നിൽക്കുന്ന ഒരു ജനങ്ങളും പ്രതീക്ഷിച്ചിട്ടില്ല. ആളുകളെല്ലാം വന്ന് ആവശ്യപ്പെടണം, ഇന്നൊരു റോഡ് നന്നാക്കണം, അല്ലെങ്കിൽ ഇന്നൊരു കാര്യം വേണം എന്ന് പറഞ്ഞു വരുമ്പോൾ അത് നടപ്പാക്കാൻ വേണ്ടി ഇറങ്ങുന്നതല്ലാതെ. അതുകൊണ്ടൊക്കെ ആയിരിക്കാം. അല്ല, മുൻകാലങ്ങളിലുള്ളവർക്കൊന്നും കഴിവില്ലാഞ്ഞിട്ടോ അവരൊന്നും പ്രഗത്ഭരല്ലാഞ്ഞിട്ടോ അല്ല. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഞാനും കടുത്തുരുത്തിയിൽ പരമാവധി കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹക്കാരനായി മാറി. അല്ല, റോഡെന്ന് പറഞ്ഞാൽ ഈ പൊളിഞ്ഞ് തകർന്ന റോഡൊക്കെ അവിടെ കടുത്തിലുണ്ടായിരുന്നു. മെയിൻ റോഡ് പോലും, പേറ്റുമാനൂർ റോഡ് പോലും ഇപ്പോഴും മന്ത്രിയായ സമയത്താണ് നമ്മൾ നന്നാക്കിയത്. സാധാരണ ഒരു റോഡ് പോലെ കിടക്കുകയാണ്. അതെല്ലാം കുഴിയൊക്കെ ആയിട്ട്. അപ്പോൾ ആ റോഡല്ല. അപ്പോൾ അന്ന് ദൈവാനുഗ്രഹത്താൽ അന്ന് PWD വകുപ്പ് കേരള കോൺഗ്രസ്സായിട്ട് അപ്പോൾ PWD ഓഫീസ് ഫസ്റ്റിലേക്ക് കടുത്തുരുത്തി കൊണ്ടുവന്നു. ആ PWD ഓഫീസ് അന്ന് മറ്റ് സ്ഥലങ്ങളിൽ പോയി നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ PWD മന്ത്രിയും കൂടെ ഉള്ളതുകൊണ്ട് സെക്ഷൻ ഓഫീസ് കടുത്തുരുത്തിൽ ആരംഭിച്ചുകൊണ്ട് ആദ്യത്തെ ഒരു ഓഫീസ് സ്റ്റാർട്ടിങ് അതായിരുന്നു. അങ്ങനെ തുടങ്ങിയ ഒരു പരിപാടി പിന്നെ നമുക്ക് നല്ലതുപോലെ കടുത്തുരുത്തി ടൗണിൽ പാലത്തിലെ വീതിയില്ലാത്തതുകൊണ്ട് ആൾക്ക് നടക്കാൻ പോലും രക്ഷയില്ല. അപ്പോൾ നടപ്പാത പാലത്തിൻ്റെ ഇരുവശത്തും കൊണ്ട് നമ്മുടെ ഒരു ജനകീയ ആവശ്യമായിരുന്നു കടുത്തുരുത്തി ടൗണിൽ. പിന്നെ നമുക്ക് വികസനത്തിൻ്റെ ഒരു വസന്തകാലമായിട്ട് അതങ്ങ് മാറി. കാരണം കടുത്തുരുത്തിയിലൊരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നുമില്ലായിരുന്നു. അവിടെ നമ്മൾ ഗവൺമെൻറ് പോളിടെക്നിക്ക് കടുത്തുരുത്തിയിൽ ആദ്യം കൊണ്ടുവന്നു. പോളിടെക്നിക് കോളേജ് ആദ്യം MLA ആവുമ്പോഴാണ് കടുത്തുരുത്തിയിൽ പിന്നെ പോളിടെക്നിക്ക്, കിടങ്ങൂരിൽ പിന്നെ എഞ്ചിനീയറിംഗ് കോളേജ്. അപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജ് അന്ന് മുഖ്യമന്ത്രി ഇ കെ നായനാരാണ് ഒന്ന് ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ തന്നെ അപ്ലൈഡ് സയൻസ് കോളേജ്, ഗവൺമെൻറ് IT, കടുത്തുരുത്തി കേന്ദ്രമായിട്ട് വിദ്യാഭ്യാസ ജില്ല. കേരളത്തിൽ ഏറ്റവും ലാസ്റ്റ് വിദ്യാഭ്യാസ ജില്ല 2000 പ്രഖ്യാപിക്കുന്നത്. അത് കടുത്തുരുത്തിയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഒരു വിദ്യാഭ്യാസ ജില്ലയിലും കേരളത്തിലുണ്ടായിട്ടില്ല. ആരോഗ്യ മേഖലയിൽ നമുക്ക് അന്ന് ഏറ്റവും നല്ല പിന്നെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം പ്രാഥമിക ആശുപത്രികളെല്ലാം മെച്ചപ്പെട്ടതിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടന്നത്. CHSC, അതായത് PHSCകൾ CHSC ആക്കുന്നതായിരുന്നു അന്നത്തെ ഒരു പ്രധാന പരിപാടി. അപ്പോൾ എനിക്ക് വലിയ ഹോസ്പിറ്റൽസ് ഒന്നും ഉണ്ടായിരുന്നു. അന്ന് കുറവലങ്ങാട് അത് CHSC ആക്കി, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ആക്കി, അറുന്നൂറ്റിമംഗലം CHSC ആക്കി, കൂടല്ലൂർ CHSC ആക്കി. 3 ഹോസ്പിറ്റൽ അപ്ഗ്രേഡ് ചെയ്തു. അത് പിന്നെ മറ്റു ഹോസ്പിറ്റലുകളെല്ലാം ഒന്ന് സ്ട്രെങ്ത് ആയി. പക്ഷേ അതൊക്കെ ഒരുപാട് എന്താണ് ഡോക്ടർമാരുടെ സേവനം ഉച്ചവരെ ആകുക, പിന്നെ ഡോക്ടറില്ല, ഇതൊക്കെ ഇപ്പോഴും നിൽക്കുക. ഇതൊക്കെ കേരളം ഒട്ടാകെ മാറേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഗതികേട് ഇപ്പോൾ അന്നത്തെ കാലത്ത് ജനങ്ങൾ നന്നായിട്ട് അനുഭവിക്കുമ്പോൾ ആ ആശുപത്രിയൊക്കെ സ്ട്രെങ്തൻ ചെയ്തു. പിന്നെ കുടിവെള്ളത്തിന് പദ്ധതികളൊന്നും ഉണ്ടായിരുന്നില്ല. അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്കീം, അത് ബേബി ജോസഫ് സാറിൻ്റെ കൂട്ടത്തിൽ മന്ത്രിയാണ്. എന്നോടൊക്കെ അന്ന് ഞാൻ നിയമസഭയിൽ അന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ MLA അന്ന് ഞാനാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പരിഗണന ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ സീനിയർ നേതാക്കളെല്ലാം എൻ്റെ വിഭാഗത്തിൽ ആദ്യം പള്ളിയിൽ വന്ന് കയറുന്നത് ബേബി സാറാണ്. ആധികാരികനായിട്ടുള്ള പുള്ളി വരുന്നതിന് നമുക്കൊരു അഭിമാനമാണുള്ളൂ. അപ്പോൾ അങ്ങനെ അദ്ദേഹമാണ് ആദ്യം കുടിവെള്ള പദ്ധതി അനുവദിച്ചിരുന്നു. അതൊക്കെ ഇന്ന് കടുത്തുരുത്തി ജോസഫ് സാറൊക്കെ പിന്നെ മന്ത്രിയായിട്ടൊക്കെ വന്നപ്പോൾ നമ്മൾ സമ്പൂർണ്ണ കുടിവെള്ള മണ്ഡലമായിട്ട് മാറ്റുന്ന സ്റ്റേജിലേക്ക് വന്നു. ഈ ഹയർ സെക്കൻഡറി പ്രീ ഡിഗ്രി ഡീലിംഗ് ചെയ്ത് ഹയർ സെക്കൻഡറി +2 തുടങ്ങുന്ന സമയം കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ പി ജോസഫ് സാർ കൈയച്ച് സഹായിച്ചു. ഏറ്റവും കൂടുതൽ +2 സ്കൂളുകൾ കിട്ടിയ മണ്ഡലങ്ങളിൽ ഒന്നാണ്. അപ്പോൾ ഞാൻ എല്ലാ പഞ്ചായത്തിലും 1-2 സ്കൂൾ വീതം നമുക്ക് തുടങ്ങാൻ പറ്റി. ഇന്ന് കുട്ടികൾക്ക് എത്ര വലിയ അനുഗ്രഹമാണ്. എല്ലാ പ്രദേശത്തുള്ള കുട്ടികൾക്ക് അവിടെ തന്നെ +2 പഠിക്കാം. അപ്പോൾ ആ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും നന്നായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ ഒരു കാലഘട്ടമാണ്. സത്യത്തിൽ ഞാൻ ചെയ്ത വികസന പ്രവർത്തനം വെച്ചാണ് 25,000 വോട്ടിന് 2ാമത്തെ ഇലക്ഷൻ ജയിക്കേണ്ടതാണ്. പക്ഷേ അന്ന് പിന്നെ നയനാർ സർക്കാരിനെതിരെയുള്ള അന്നത്തെ സാഹചര്യങ്ങൾ AK ആന്റണിയുടെ നേതൃത്വത്തിൽ 100 സീറ്റ് UDF പിടിക്കുന്നു. അങ്ങനെ ഉള്ള ഒരു വലിയൊരു മൂവ്മെൻറ്റ്, ഇതെല്ലാം കൂടെ ചേർന്ന് വന്ന ഒരു ഘട്ടത്തിൽ പരാജയത്തിൻ്റെ സാഹചര്യം 2000 വോട്ടിനൊന്ന് പരാജയപ്പെടുകയാണ്. എനിക്കെന്നുണ്ടായ വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സാമ്പത്തികമായിട്ടൊക്കെ ഇത്
ഇലക്ഷൻ മാനേജ് ചെയ്യാനായിട്ടൊക്കെ നമുക്കൊന്നും പറ്റാതെ പോകും. നമുക്ക് അത്ര അറിയത്തില്ല. താങ്കൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിട്ട് ചുമതലയേറ്റതിന് ശേഷമാണല്ലോ തിരുവനന്തപുരത്ത് ബൈപ്പാസ് ടണൽ അങ്ങനെയൊക്കെയുള്ള അല്ല, അത് പിന്നെ MK മുനീർ ഇരിക്കുമ്പോഴാണ് അണ്ടർപാസ്. ഞാനിരിക്കുമ്പം ബേക്കറി ജംഗ്ഷനിലെ ഫ്ലൈ ഓവർ 4 കാലം നിൽക്കുന്നത്, അതെ അതെ അതും നമ്മൾ പാലമാക്കി മാറ്റി. അത് ഈ VS മുഖ്യമന്ത്രി ആയിരിക്കും, അദ്ദേഹത്തിന് അരുൺകുമാർ മകൻ തൊട്ടടുത്ത് ഈ 4 കാലിൽ ഇരിക്കുന്നതിൻ്റെ താഴെയാണ് മുഖ്യമന്ത്രിയുടെ മകൻ്റെ ഓഫീസ്. അപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ അന്ന് പിന്നെ ചോദിക്കുമായിരുന്നു, ഈ മുഖ്യമന്ത്രി അടക്കം ഉണ്ടായിട്ട് ഇതിങ്ങനെ ഈ ഓഫീസിലോട്ട് എന്നും കയറുമ്പോൾ ഈ 4 കാല് മാത്രമേ കാണാനുള്ളൂ. ബേക്കറി ജംഗ്ഷനിലെ ഫ്ലൈ ഓവറാണ് സിറ്റിയിലെ ആദ്യത്തെ മേൽപ്പാലം. നടക്കുന്നില്ല, സിറ്റി ഡെവലപ്മെൻറ്റ് മുടങ്ങിപ്പോയി. അപ്പോൾ അതുൾപ്പെടെ നമുക്ക് പുനരാരംഭിക്കാൻ കഴിഞ്ഞു. MC റോഡ് ട്രിവാൻഡ്രം ചെങ്ങന്നൂർ മുടങ്ങിപ്പോയി, അത് നമ്മൾ പുനരാരംഭിച്ചു. ഇവിടെ വൈറ്റില അരൂർ റോഡ്, അതുപോലെ തൃശ്ശൂർ അങ്കമാലി 6 ലൈൻ റോഡ്, ഇതൊക്കെ വിവിധ കാരണങ്ങളാൽ മുടങ്ങിപ്പോയി. പിന്നെ ഈ സ്റ്റേറ്റ് സപ്പോർട്ട് എഗ്രിമെൻറ്റ് ഒപ്പുവയ്ക്കാത്തതുകൊണ്ട് കേന്ദ്രം നമുക്ക് ഫണ്ട് തരികയില്ലായിരുന്നു. ദേശീയപാത വികസനവും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ പ്രശ്നം നിയമസഭയിൽ അന്ന് VS മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടി സാർ, രണ്ട് കൂട്ടരും LDF UDF ഈ ടോൾ വരുന്നത് കൊണ്ട് സ്റ്റേറ്റ് സപ്പോർട്ട് അഗ്രിമെൻറ്റ് കേരളത്തിന് വേണ്ടെന്നായിരുന്നു. സ്റ്റേറ്റ് സപ്പോർട്ട് അഗ്രിമെൻറ്റിൽ ഒപ്പുവയ്ക്കാതെ കേന്ദ്രം സഹായിക്കുക എന്നുള്ള നിലപാട് കേന്ദ്രം. TR ബാലു കേന്ദ്രമന്ത്രി. സത്യത്തിൽ സ്റ്റേറ്റ് ഒട്ടാകെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റി. അതിനൊക്കെ ഒരു പ്രചോദനമായത് ജോസഫ് സാറിൻ്റെ നിലപാടാണ്. കാരണത്തിൽ അദ്ദേഹം BMTC റോഡ് ടാറിങ് കേരളത്തിൽ ആദ്യമായി നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞ ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിലാണ്. അന്ന് ഈ വേൾഡ് ബാങ്ക്, ഏഷ്യൻ ബാങ്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ വലിയ സംരംഭങ്ങളും കണക്കുക. അതെ അതെ. പക്ഷേ അവരുടെ ഫണ്ടിങ് കിട്ടിയാലേ ഇവിടെ കാര്യം നടക്കുള്ളൂ എന്ന സാഹചര്യം ഉണ്ടായപ്പം നയനാർ മുഖ്യമന്ത്രിയെ ജോസഫ് സാർ അത് ബോധ്യപ്പെടുത്തി. അതിനുശേഷം മുഖ്യമന്ത്രിയുമായിട്ട് ചില യാത്രകൾ നടത്തി. ജോസഫ് സാർ അതിനകത്ത് കാര്യമായ ഇടപെടൽ നടത്തി. ഇന്ത്യയിൽ 2 സംസ്ഥാനങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ വിദേശ ഫണ്ട് കേരളത്തിന് കിട്ടി. അതിവിടെ കൊണ്ടുവരാൻ പറ്റി. അതാണ് KSTP റോഡ് പദ്ധതി. ആ KSTP റോഡ് പദ്ധതിയൊക്കെ ഇന്ന് എത്ര മെച്ചപ്പെട്ടെന്നല്ല കേരളത്തിലെ റോഡ് നമുക്ക് ഇന്ന് നിലനിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന പദ്ധതിയുടെ ഒരു തുടർച്ച മന്ത്രിസ്ഥാനത്ത് വന്ന സമയത്ത് കോട്ടയം ജില്ലയിൽ ആദ്യമായി നടപ്പാക്കാൻ അവസരം കിട്ടി. അപ്പം ഈ കോട്ടയത്ത് പ്രധാനപ്പെട്ട റോഡുകളെല്ലാം, കോട്ടയത്ത് നിന്ന് എറണാകുളത്തേക്കുള്ള കടുത്തുരുത്തി വഴി പോകുന്ന റോഡ്, കടുത്തുരുത്തി പാല റോഡ്, അതുപോലെ തന്നെ ഏറ്റുമാനൂർ എറണാകുളം റോഡ്, മണർകാട് പുതുപ്പള്ളി റോഡ്, ഇതെല്ലാം കുറേ റോഡുകൾ നമുക്ക് BMTCയുടെ ഹൈ ക്വാളിറ്റിയിലേക്ക് മാറ്റാനായിട്ട് കഴിഞ്ഞു. അത് കോട്ടയം ജില്ലയിൽ വലിയ മൂവ്മെൻറ്റ്. കടുത്തുരുത്തി മണ്ഡലത്തിൽ ജനങ്ങളുടെ വലിയൊരു സപ്പോർട്ട് കിട്ടിയൊരു കാര്യമാണ്. അപ്പം മന്ത്രിസ്ഥാനത്ത് വന്നതുകൊണ്ട് നാടിന് ഒരുപാട് ഗുണം കിട്ടുമെന്നുള്ളത് നമുക്ക് തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊരു പിന്നീട് വന്ന ഇലക്ഷനുകളിലെല്ലാം ജനങ്ങൾ കൂടുതലായി സഹായിക്കുന്നതിന് ഉപകരിച്ച കാര്യമാണ്. ഈ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട പല ചുമതലകളും നിർവഹിക്കുന്നതിനിടയിൽ മണ്ഡലത്തെ നോക്കാൻ മോൻസ് ജോസഫിന് സമയമില്ല എന്നുള്ള രീതിയിൽ ഒരു പ്രചരണം നടക്കുന്നുണ്ട്. അതിലുപരിയായിട്ട് മണ്ഡലത്തിൽ കാര്യമായ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നും എതിർചേരിക്കാർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അങ്ങയുടെ മണ്ഡലത്തിൽ നിലവിലുള്ള വികസന പ്രവർത്തനത്തിന് വിഘാതം സൃഷ്ടിക്കുന്നത് ജോസ് കെ മാണിയോ അതല്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ മൂലമുള്ള മറ്റെന്തെങ്കിലും പ്രതിസന്ധികളാണോ? പല വികസന പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ കേരളം ഒട്ടാകെ സ്തംഭനാവസ്ഥയാണല്ലോ. കടുത്തുരുത്തിയുടെ മാത്രം വിഷയമല്ല. ഇടതുപക്ഷ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടു പോയില്ല ഈ കാര്യത്തിൽ. അവരൊക്കെ നമ്മളെ വിമർശിക്കുന്നതിൽ എന്തർത്ഥമായിരിക്കുന്നു? കേരളം ഒട്ടാകെ റോഡ് തകർന്ന് തരിപ്പണമായതിൻ്റെ അനുഭവങ്ങളല്ലേ മൊത്തം നമ്മൾ കേൾക്കുന്നു. ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പ്രീ മൺസൂൺ വർക്കിന് സ്റ്റേറ്റിൽ അനുവാദം കൊടുത്തിട്ടുണ്ടോ എന്നങ്ങ് പരിശോധിക്കണം. ഇതുവരെ ഈ ഗവൺമെൻറ്റിനെ കൊണ്ട് പറ്റിയിട്ടില്ല. ഇപ്പോൾ മഴക്കാലത്തിന് മുമ്പ് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. മഴക്കാലത്തിന് മുമ്പ് ടെൻഡർ ചെയ്ത് വർക്ക് നടപ്പാക്കണം. കാരണം ഓടകൾ തെളിക്കണം, റോഡിലെ കുഴികൾ അടയ്ക്കണം, റോഡ് സഞ്ചാരയോഗ്യമാണ്. ഈ ഹൈക്കോടതിയുടെ വിമർശനം സ്ഥിരമായിട്ട് പണ്ട് റോഡിൻ്റെ വിഷയത്തിൽ വന്നുകൊണ്ടിരുന്ന കേരളത്തിൽ. ഞങ്ങളൊക്കെ വന്ന ശേഷമാണ് അത് അവസാനിപ്പിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് കാര്യങ്ങൾ വന്നത്. ഇപ്പോൾ പിന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അവസ്ഥ എന്താ? ജസ്റ്റ് പിന്നെ ദേവൻ രാമചന്ദ്രൻ പിന്നെ അതേ യാത്ര ചെയ്യുന്ന സമയത്ത് പിന്നെ ടയർ പൊട്ടി കുഴി കിടക്കേണ്ട അവസ്ഥയിലോട്ട് വന്നതിന് നമ്മൾ നേരിട്ട് കണ്ടതല്ലേ. എത്ര അനുഭവങ്ങളാണ്, എന്തുമാത്രം മനുഷ്യരാ കുഴിയിലെല്ലാം വീണ് മരിക്കുന്നത്. അപ്പോൾ നിത്യസംഭവങ്ങളായിട്ട് മാറിയിരിക്കുക. അപ്പോൾ അത് കടുത്തുരുത്തി മണ്ഡലം എന്നുള്ളതല്ല, കേരളം ഒട്ടാകെ ഇപ്പോൾ അതിനിടയ്ക്ക് ദേശീയപാതയും കൂടെ തകർന്നു. ദേശീയപാതയായിരുന്നു ഗവൺമെൻറ് വലിയ കൊട്ടിക്കൊഴിച്ചു കൊണ്ടുവന്നത്, കേന്ദ്രത്തിൻ്റെ ഫണ്ടും ഇടപാടും ഒക്കെ ആണെങ്കിലും. ആരോഗ്യമേഖല, അപ്പോൾ ഇത് ആരോഗ്യ മേഖലയിൽ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു കെട്ടറിടിഞ്ഞ് വീണെന്നുള്ളതൊരു നിർഭാഗ്യാവസ്ഥയാണ്. ഒരു സഹോദരൻ മരിച്ചു. അവിടെ മാത്രമാണോ? എല്ലാ സ്ഥലത്തും ഇന്ന് ആരോഗ്യ മേഖലയിൽ നിൽക്കുന്ന ഒരു ദയനീയമായ ചിത്രം. സർക്കാർ ആശുപത്രികളിലേക്ക് ചെല്ലുന്ന മനുഷ്യർക്ക് അവിടെ കിടക്കാൻ സ്ഥലമില്ല. 5 സ്റ്റാർ ഫെസിലിറ്റിയാണ് പറഞ്ഞത്. ഞാൻ എപ്പോഴും പോകുന്ന കോട്ടയം മെഡിക്കൽ കോളേജ്. അവിടെ എന്ത് ദയനീയമായ സ്ഥിതിയാണ്. കുറേ കെട്ടിടങ്ങൾ പണിയാൻ വേണ്ടിയിട്ട് ഫണ്ട് കൊടുത്തിട്ടുണ്ട്.
ആ കെട്ടിടം പണി അവിടെ ഇവിടെ കിടക്കുന്നതല്ലാതെ ഇപ്പോൾ ഉള്ള കെട്ടിടത്തിൽ കിടക്കാൻ സ്ഥലം ആൾക്ക് പറ്റുന്നില്ല. 2 കെട്ടിടം പോട്ടെ, ഈ കിടക്കുന്ന രോഗിക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണ്ടേ, അവർക്ക് സർജറി നടത്താനുള്ള കാര്യങ്ങൾ പോലും പുറത്തേക്ക് കുറിച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ദുരവസ്ഥ കേരളത്തിൽ ആദ്യമാണ്, ഇത്രയും ഗതികേടുണ്ടായിട്ടില്ല. അപ്പോൾ അതിൽ ഒരു മറുവശമുണ്ട്. ഉമ്മൻചാണ്ടി സാറിൻ്റെ നേതൃത്വത്തിൽ UDF ഗവൺമെൻറ് ഇരിക്കുമ്പം ആരോഗ്യ മേഖലയ്ക്ക് വലിയ പരിഗണന കൊടുത്തു. കാരുണ്യ പദ്ധതി ഉൾപ്പെടെ കൊണ്ടുവന്ന് പാവങ്ങൾക്ക് ചികിത്സ ഉറപ്പാക്കി കൊടുത്തു. പക്ഷേ പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ അവന് സർക്കാർ സ്പോൺസർ ചെയ്യണം. ഇതെല്ലാം നിർത്തലാക്കി. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രതിസന്ധിയിലേക്ക് കേരളം വന്നു. അപ്പം അങ്ങ് പറഞ്ഞതുപോലെ ഇപ്പോൾ കടുത്തുരുത്തി മണ്ഡലത്തിൻ്റെ വികസന കാര്യങ്ങൾക്കകത്ത് പിന്നെ ഈ ഇത്തരത്തിലുള്ള പ്രതിസന്ധി എല്ലാം നിൽക്കുമ്പോഴും സ്റ്റേറ്റൊട്ടാകെ ഈ സ്തംഭനാവസ്ഥ വയ്ക്കുമ്പോഴും മണ്ഡലത്തിൽ ഒരു കുറവുമില്ലാതെ മണ്ഡലത്തെ കൊണ്ടുപോകാൻ നല്ലതുപോലെ ഇടപെട്ട് നിരന്തരമായി രംഗത്ത് നിന്ന് പോകുന്നതാണ് എൻ്റെ രീതി. ഇപ്പം പ്രശ്നങ്ങളുണ്ടാകുന്ന ചില റോഡുകളിൽ ഒറ്റപ്പെട്ട പ്രശ്നങ്ങളുണ്ടാകുന്നത് എൻ്റെ കുഴപ്പം കൊണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾ പ്രാദേശികമായിട്ട് നിൽക്കുന്ന ഏതെങ്കിലും ജനപ്രതിയുടെ കുഴപ്പം കൊണ്ടോ അല്ല, സർക്കാരിൻ്റെ കുഴപ്പം കൊണ്ടാണ്. ഇപ്പോൾ കടുത്തുരുത്തി 2 റോഡുകൾ പ്രശ്നത്തിൽ വന്നു. ഒന്ന് കടുത്തുരുത്തി പെറോൺ റോഡ്, 2 കടുത്തുരുത്തി കീഴൂർ അറുന്നൂറ്റുമംഗലം നീടൂർ റോഡ്. ആ 2 റോഡ് ഒഴികെ ബാക്കി എല്ലാ റോഡുകളും വലിയ കുഴപ്പമില്ലാതെ നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും മെയിൻ റോഡുകളെല്ലാം വലിയ കുഴപ്പമില്ലാതെ നിൽപ്പുണ്ട്. ഈ 2 റോഡുകൾക്ക് കുഴപ്പം വന്നതിൻ്റെ കാരണം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ഇടാൻ വേണ്ടി കൊടുത്തെന്നുള്ളതാണ്. ഞാൻ 3 വർഷം മുമ്പ് 2 റോഡിലും 3 കോടി രൂപ വീതം റോഡ് നന്നാക്കാൻ വേണ്ടി ഫണ്ട് അനുവദിച്ചു. വാട്ടർ അതോറിറ്റിയുടെ ടാറിങ് തുടങ്ങാൻ പോകുമ്പോഴാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ഇടാനുള്ള സാങ്ഷൻ സർക്കാർ തരുന്നത്. 5 വർഷം മുമ്പ് നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രപ്പോസലാണ്. ഇപ്പോൾ 9 വർഷമായിട്ട് പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്. അപ്പോൾ പിന്നെ CPM പാർട്ടിപ്പെട്ടവരോ ജോസ് കെ മാണി പാർട്ടിപ്പെട്ടവരോ ഞങ്ങളെ കുറ്റം പറഞ്ഞതിന് അതിനർത്ഥിരിക്കുന്നു. മന്ത്രി ചെയ്യേണ്ട കാര്യം MLA കയറി ചെയ്യാൻ പറ്റൂ? സിമ്പിൾ ക്വസ്റ്റ്യൻ. 2016 പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് വരുന്നത്. 2016 മുതൽ 2021 വരെയുള്ള ഒന്നാം ഇടതുമുന്നണി സർക്കാരും ഇപ്പോൾ 21 മുതൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഇടതുമുന്നണി സർക്കാരിൻ്റെയും കാലത്താണ് ഏറ്റവും കൂടുതൽ ദുരന്തങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടായത്. അത് ഉരുൾപൊട്ടലായിട്ടും മറ്റ് പലതരത്തിൽ വന്യജീവി ആക്രമണങ്ങൾ കണ്ടു, ധാരാളം പ്രശ്നങ്ങൾ, വെള്ളപ്പൊക്കം. ഈ ജൂലൈ 30 ഇന്നലെയാണ് മുണ്ടക്കൈ ചൂരൽമല ആ ദുരന്തത്തിന് 1 വയസ്സ് പൂർത്തിയാവുന്നത്. അങ്ങേപോലെയുള്ളവരൊക്കെ നിയമസഭയിലുണ്ട്. അവിടെ ഒരു ശാശ്വതമായ ഒരു പാർപ്പിട സൗകര്യം ഉണ്ടാക്കി കൊടുക്കുവാൻ ഈ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടില്ല. മാതൃകാ ഭവനം എന്ന് പറഞ്ഞിട്ട് 30 ലക്ഷം രൂപയുടെ ഒരു കെട്ടിടത്തിൻ്റെ ചിത്രം ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ പരക്കുന്നുണ്ട്. അപ്പോൾ ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായതിന് ശേഷം താങ്കളുടെ പാർട്ടിക്ക് അവിടെ എന്തൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്? ഞങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടി ഇതിൻ്റെ ദുരന്ത ഭൂമിയിൽ ആദ്യം തന്നെ എല്ലാവരും ആത്മാർത്ഥതയോടെ ഓടിയെത്തിയവരാണ്. അപ്പോൾ അന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ പാർട്ടി ചെയർമാൻ ശ്രീ പി ജോസഫ് സാർ തന്നെ നിർദ്ദേശം കൊടുത്തു. നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ വഴി കൊടുക്കാൻ കഴിയുന്നിടത്തോളം സഹായങ്ങൾ കൊടുക്കുക, പറ്റുന്നിടത്തോളം കാര്യങ്ങൾ പാർട്ടി തന്നെ ഏറ്റെടുത്ത് ചെയ്യുക. ഇതൊക്കെ നമ്മൾ തീരുമാനിച്ച് നിൽക്കുമ്പോഴും ഒരു മറുവശം സർക്കാർ പറഞ്ഞു ആരുടെയും സഹായം വേണ്ട, LDF ഗവൺമെൻറ് ഇത് മൊത്തം ചെയ്യും. അപ്പോൾ ഈ 700 കോടി രൂപയോളം പിരിഞ്ഞ് കിട്ടിയത് എന്തു ചെയ്തു? അതാണ് പ്രശ്നം. എന്തുകൊണ്ട് പ്രതിപക്ഷം ചോദിക്കുന്നില്ല? കോൺഗ്രസ് 100 വീട്, രാഹുൽ ഗാന്ധി അന്ന് 100 വീട് വെച്ചു. കോൺഗ്രസ് KPCC പറഞ്ഞു, മുസ്ലിം ലീഗ് അവർ തന്നെ വീട് വെച്ച് കൊടുക്കുന്ന പറഞ്ഞു. കത്തോലിക്ക സഭ അന്ന് അമേരിക്കയിൽ ഞാൻ ഷിക്കാഗോ രൂപതയുടെ ജോയി ആലപ്പാട്ട് പിതാവുമായിട്ട് ഞാൻ ആ സമയത്ത് സംസാരിച്ച് എത്ര വീട് വേണം വെച്ച് കൊടുക്കാനായിട്ട് രൂപത തയ്യാറാണ്. പക്ഷേ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, ഗവൺമെൻറ് വീടിൻ്റെ കാര്യത്തിൽ ഉത്തരവാദിത്തം കാണിക്കണം. കാരണം ഇപ്പോൾ 700 കോടി രൂപ വന്നാൽ ആ പണം ഈ വീട് വയ്ക്കാൻ വേണ്ടിയാണോ, ആ പാവങ്ങളെ അവിടെയുള്ള മനുഷ്യരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയാണോ വിനിയോഗിക്കുന്നത്? ഇതിന് വ്യക്തത വേണം, കണക്ക് വേണം. ഇതൊന്നും നടന്നില്ല. ഞങ്ങൾ നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ അന്ന് മുതൽ ആവശ്യപ്പെട്ടു, സെപ്പറേറ്റ് അക്കൗണ്ട്, ഇതിനു വേണ്ടി ജനങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ സഹായിക്കുന്നത് അക്കൗണ്ടബിൾ ആകുക, ഇതിനെ കണക്ക് പുറത്തു വിടുക, ചെയ്യുന്ന കാര്യങ്ങൾ സുതാര്യമായി ചെയ്യുക, ഈ ഏതെല്ലാം ആളുകൾക്ക് വേണ്ടി സഹായം ചെയ്തു, എന്തൊക്കെ ചെയ്തു, ഇത് പുറത്തു വിടുക, അത് സത്യസന്ധമായിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക. അത് കേരളത്തിന് ആവശ്യമാണ്. ഇനിയും നമ്മളെ ആളുകൾ സഹായിക്കണമെങ്കിൽ ആവശ്യമെന്നുള്ളത് ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പം ഇതിനകത്തൊക്കെ അഴിമതി നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന കഥ. കടുത്തുരുത്തി മണ്ഡലത്തിൽ മോൻസ് ജോസഫിനെ പരാജയപ്പെടുത്തുക എന്നൊരു അജണ്ടയുമായിട്ട് എതിർചേരിയിലുള്ളവർ നിലകൊള്ളുന്നു എന്നാണ് എല്ലാ ലക്ഷങ്ങളുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്.
അപ്പം അങ്ങനെയെങ്കിൽ എൻ്റെ ഒരു ചോദ്യം തമാശ രൂപേണയാണെങ്കിലും, ജോസ് കെ മാണി കടുത്തുരുത്തിയിൽ വന്ന് മത്സരിച്ചാൽ എന്താണ് മോൻസ് ജോസഫിൻ്റെ പ്രതികരണം? ഞാൻ ഇപ്പോൾ അതിനകത്ത് ഒരു പ്രതികരണത്തിലേക്കും പോകുന്നില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം കാൻഡിഡേറ്റ് ആരാന്നുള്ളത് എനിക്ക് നോക്കേണ്ടതില്ല. എക്സ് ഓർ വൈ. ഏതായാലും ജോസ് കെ മാണിയോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ട ഒരാളോ സ്ഥാനാർത്ഥിയായിരിക്കും എന്നുള്ളതിൽ എനിക്ക് തർക്കമില്ല. ജോസ് കെ മാണിയുടെ അദ്ദേഹം പിന്നെ അവരുടെ സ്ഥാനാർത്ഥി ആര് വന്നാലും അവരെ നേരിടുക എന്നുള്ളതാണല്ലോ UDF സ്ഥാനാർത്ഥിയായ എൻ്റെ കടമ. അതുകൊണ്ട് ഇന്ന സ്ഥാനാർത്ഥി വന്നാൽ എങ്ങനെ ഇരിക്കും എന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം എനിക്കില്ല. വരുന്ന സ്ഥാനാർത്ഥി ആരായിരുന്നാലും കടുത്തുരുത്തി UDFൻ്റെ ഉരുക്ക് കോട്ടയാണ്. ആ UDFൻ്റെ ഉരുക്ക് കോട്ട സംരക്ഷിക്കുക എന്നുള്ള ദൗത്യമാണ് എനിക്കുള്ളത്. അതാര് മത്സരിക്കാൻ വന്നാലും അവരെ പരാജയപ്പെടുത്തി ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ഉണ്ടാകുമ്പോൾ കടുത്തുരുത്തിയുടെ MLA UDFൻ്റെ സർക്കാരിന് വേണ്ടി കൈ ഉയർത്താൻ നിയമസഭയിലുണ്ടാകും. അതിന് ജനങ്ങൾ എന്നെ അനുഗ്രഹിക്കുന്ന ഉറച്ച ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് എതിരാളി ആരെന്ന് നോക്കുന്നില്ല, ആര് വരുന്നോ അവരെ നേരിടാൻ റെഡിയായിട്ട് സമ്മതിക്കുകയാണ്. ഒരു പ്രശ്നം. കോട്ടയം ജില്ലയിൽ ജോസഫ് ഗ്രൂപ്പ് വിഭാഗത്തിന് അതിൻ്റേതായ ഒരു വേരോട്ടമില്ലെന്ന് പറയാം. അതായത് കോട്ടയം ജില്ലയിൽ ജോസഫ് വിഭാഗത്തിന് കാര്യമായ വേരോട്ടമില്ല. അപ്പോൾ പിന്നെ ഈ ഫ്രാൻസിസ് ജോർജ് ജയിച്ചത് ഏത് വോട്ട് മേടിച്ചിട്ടാണ്? ഈ പാലായിലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PJ ജോസഫ് സാർ, അത് മാണി സാർ മരിച്ച ശേഷമുള്ള ഉപതെരഞ്ഞെടുപ്പ്, ആ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് PJ ജോസഫ് സാർ കൂടെ കടുത്തുരുത്തിയിൽ പാലായിൽ പ്രസംഗിക്കാൻ വരണം UDFൻ്റെ തീരുമാനമായിരുന്നു. അങ്ങനെ PJ ജോസഫ് സാർ പാലായിൽ എല്ലാവരും ആഗ്രഹിച്ചത് പ്രകാരം അവിടെ വരുമ്പം സത്യത്തിൽ വളരെ ഹോണറബിളായി PJ ജോസഫ് സാർ അന്ന് പാർട്ടി ഒരു ഭിന്നതയുടെ വക്കിൽ നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജോസ് കെ മാണിയുടെ പാർട്ടിയുടെ കാൻഡിഡേറ്റാണ് അവിടെ മത്സരിക്കുന്നത്. ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വന്ന് പ്രസംഗിക്കാൻ ജോസഫ് സാറിനെ പോലെ കേരള കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളിൽ മുഖ്യനായിട്ട് പ്രധാനപ്പെട്ട ആളായ അദ്ദേഹം വരാൻ തയ്യാറായപ്പം ഹോണറബിളായിട്ട് അദ്ദേഹത്തെ സ്വീകരിച്ച് മാന്യമായിട്ട് കൈകാര്യം ചെയ്യായിരുന്നു. ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള ചെയ്യേണ്ടതായിരുന്നു. അതിന് പകരം ആ വേദിയിൽ ഉമ്മൻചാണ്ടിയും അന്ന് നമ്മുടെ UDFൻ്റെ പ്രമുഖരായ നേതാക്കളെല്ലാം ഉള്ള ആ വേദിയിൽ അന്ന് സത്യത്തിൽ PJ ജോസഫ് സാറിനെ അപമാനിക്കുന്ന വിധത്തിൽ പാലായിലെ ജോസ് കെ മാണിയുടെ അനുയായികൾ അവരുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഞങ്ങൾ കരുതുന്നു പെരുമാറിയിട്ടുണ്ട്. അപ്പോൾ അന്ന് പറഞ്ഞൊരു ഡയലോഗാണ് ഇപ്പോൾ പറഞ്ഞത്. ജോസഫിൻ്റെ കൂടെ ഒന്നും പാലായിൽ ആരുമില്ല, PJ ജോസഫിന് പാലായിൽ എന്ത് പ്രസക്തി ഇരിക്കുന്നു, അതുകൊണ്ടൊന്നും കൂവിയാലും കുഴപ്പമില്ല. വിവരം അറിഞ്ഞു. KM മാണി സാർ മരിച്ച ശേഷമുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ജനങ്ങളങ്ങ് തീരുമാനിച്ചു. അവർ കൈതച്ചക്കയിൽ മത്സരിക്കാൻ വന്ന ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥിയെ മാണി സാറിൻ്റെ മരണശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ പാലയിൽ തോപ്പിച്ചു. പാലയിലാണ് 55 വർഷം NCPയുടെ മാണി സി കാപ്പൻ മാണി സാറിനോട് സ്ഥിരം തോറ്റുകൊണ്ടിരിക്കുക. ആ മാണി സി കാപ്പനെ ജനങ്ങളെ ജയിപ്പിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ഒന്നും കയ്യിലല്ല ഈ സംഭവം ഇരിക്കണം എന്നുള്ള ഉറപ്പായല്ലോ. അപ്പോൾ ഒരു ഡയലോഗുണ്ട്. അപ്പോൾ പറഞ്ഞു അത് ജോസ് കെ മാണി മത്സരിക്കാത്തത് കൊണ്ടാണ്. ഇപ്പോൾ കടുത്തുരുത്തിയുടെ കാര്യം ചോദിച്ചോലെ, ജോസ് കെ മാണി മത്സരിക്കാത്തത് കൊണ്ടാണ് ആ പാലായിൽ ജോസ് ടോം തോറ്റുപോയത്. കൈതച്ചക്ക ആയതുകൊണ്ട് ചിഹ്നം വന്നില്ല. കൈതച്ചക്ക ജോസഫ് അത് ചിഹ്നം തന്നില്ല. അതുകൊണ്ട് കൈതച്ചക്ക ആയതുകൊണ്ടാണ്. അതുകൊണ്ട് 2 ചിഹ്നം വന്നാൽ ജോസ് കെ മാണി തന്നെ മത്സരിച്ചാൽ ഞങ്ങൾ പുഷ്പം പോലെ ജയിക്കുന്നു, 25,000 വോട്ട് ജയിക്കുന്നു. ഞങ്ങൾ സമ്മതിച്ചു, ആയിക്കോട്ടെ. അപ്പോൾ ഞങ്ങൾ മാണി സി കാപ്പൻ UDFിലേക്ക് കടന്നു വരാൻ തയ്യാറായി. LDFിൽ അദ്ദേഹത്തിന് സീറ്റ് കുടിക്കില്ലെന്ന് പറഞ്ഞാൽ പിന്നെ വേറെ മാർഗ്ഗമില്ല. UDF അദ്ദേഹത്തെ സംരക്ഷിച്ചു. മാണിച്ചിന് അവിടെ ഞങ്ങളെല്ലാം കൂടെ കൂട്ടിയാണ്. PJ ജോസഫ് സാറിന് പാലായിൽ ശക്തിയില്ല, ആരും കോട്ടയം ജില്ലയില്ലെന്നാണല്ലോ പറയണേ. മാണി സി കാപ്പൻ്റെ ഇലക്ഷൻ്റെ മെയിൻ ക്യാമ്പയിൻ മറ്റവരെ അപമാനിച്ച് മോശമായിട്ട് പെരുമാറിയെങ്കിൽ മാണി സി കാപ്പൻ ജോസഫ് സാറിൻ്റെ അടുത്തുനിന്ന് അനുഗ്രഹം വാങ്ങിച്ചു. ഇലക്ഷന് വേണ്ടി ചെയ്യാവുന്ന എല്ലാ ക്രമീകരണങ്ങൾക്കും ജോസഫ് സാർ തന്നെ മുൻകൈ പ്രവർത്തനങ്ങളുടെ രംഗത്ത് നിന്നു. സാക്ഷാൽ ജോസ് കെ മാണി മത്സരിച്ചാൽ പുഷ്പം പോലെ പാലായിൽ 25,000 ജയിക്കും എന്ന് പറഞ്ഞെടുത്ത് ജോസ് ടോൻ 2,500 തോറ്റുള്ളൂ. ഇത് 17,500 തോറ്റുപോയി. 17,500 തൂക്കുക പാലായിലാന്ന് ഓർക്കണം. അടുത്ത ഒന്നുകൂടെ അടുത്തത് പാർലമെന്റ് ഇലക്ഷൻ ഫ്രാൻസിസ് ജോർജ്. അപ്പോൾ പറഞ്ഞു കോട്ടയം പാർലമെന്റിലേക്ക് ജോസ് കെ മാണിയുടെ പാർട്ടിയും ഇടതുപക്ഷം കൂടെ ചേർന്നാൽ പിന്നെ വേറെ ആർക്കും കാല് കുത്താൻ പോലും പറ്റിയില്ല. എല്ലാവരും നാട് വിട്ടണം. പിന്നെ ഞങ്ങൾ മൊത്തം അവരുടെ കയ്യിലായി. ഇതായിരുന്നു ചിന്ത. ഇപ്പോൾ പാർട്ടി ചെയർമാൻ PJ ജോസഫിൻ്റെ മകൻ അബു ജോൺ ജോസഫും പാർട്ടിയുടെ തന്നെ കരുത്തനായ ഒരു നേതാവ് മോൻസ് ജോസഫും നിങ്ങൾ പരസ്പരം കലഹിക്കുകയാണെന്നും തമ്മിൽ കണ്ടാൽ മുഖം തിരിച്ചു പോകുമെന്നും കടുത്തുരുത്തിയിൽ സീറ്റ് നിഷേധിച്ചാൽ മാണി ഗ്രൂപ്പിൽ ഒരു സീറ്റിന് വേണ്ടി മോൻസ് ജോസഫ് പ്രത്യേക ദൂതനെ അയച്ചു എന്നും വരെ ചില ഫേസ്ബുക്ക്
ഓൺലൈൻ ചാനലുകളിലൊക്കെ കണ്ടു. അത് ശരി. കാര്യം മോൻസ് ജോസഫിൻ്റെ കാര്യം പറയുമ്പോഴൊക്കെ ഒരു ജ്യേഷ്ഠ സഹോദരനോടുള്ള സ്നേഹവായ്പോടുകൂടി കണ്ണ് നിറഞ്ഞ് സംസാരിച്ച അപ്പു ജോസഫിനെ ഞാൻ കണ്ടു. എന്നെ ഇപ്പം ആക്രമിക്കാൻ വേണ്ടി ഇവർ പറഞ്ഞ് മോൻസ് ജോസഫ് എന്നോട് എന്തോ ഒരു സ്നേഹം, എന്നോട് സ്നേഹം, വലിയ സ്നേഹമുണ്ട്. വേറെ കുറച്ച് ഐറ്റം കിട്ടുന്നത് മോൻസ് ജോസഫ് പി ജോസഫിന് വേണ്ടി ഇത്രയും കാലമൊക്കെ ഇങ്ങനെ നിന്നിട്ട് ഇപ്പം പുള്ളീനെ കൈവിട്ടിട്ട് അപ്പു ജോസഫിനെ പ്രൊമോട്ട് ചെയ്ത് പെട്ടെന്ന് പാർട്ടിയുടെ തലത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഇതൊക്കെ പാർട്ടി പ്രവർത്തകർക്ക് അംഗീകരിക്കാൻ പറ്റും. ഇത് പാർട്ടി പ്രവർത്തകർ ജോസഫ് ഉറുപ്പാനല്ല, കേരള കോൺഗ്രസ് ഞങ്ങളോട് ഇരിക്കണമല്ല, അപ്പുറത്ത് നിൽക്കുന്നവർക്ക് വിഷമം. അപ്പം അവരിങ്ങനെ അത്തരം പല ഐറ്റം വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല ഇവരുടെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ തല പോഞ്ഞുകൊണ്ടിരിക്കുന്നതിനകത്ത് സ്വാഭാവികമായിട്ടും ഞാനൊരു കാര്യം അവരെല്ലാം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുക. കാരണം കേരള രാഷ്ട്രീയത്തിൽ പി ജെ ജോസഫ് സാർ മാത്രമാണ്, കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ മകനെ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് നേതാവാക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഏക നേതാവ് പി ജെ ജോസഫ് മാത്രമാണെന്നുള്ളത് രാഷ്ട്രീയ സത്യമല്ലേ. അത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റില്ല. കാരണം പി ജോസഫ് സാറിന് അപ്പു ജോൺ ജോസഫിനെ കൊണ്ടുവന്ന് ഒരു എം പിയോ ഒരു എം എൽ എ ഒരു പാർട്ടിയോ ഭാരവാഹിയാക്കാനാണെങ്കിൽ എത്രയോ വർഷം മുമ്പ് നടക്കുമല്ലോ. തീർച്ചയായിട്ടും എത്ര വർഷം മുടങ്ങും? എല്ലാവരും നടത്തിയില്ലേ? ഇവിടെ വലിയ വീരശൂര പരാക്രമികളായ ആദർശം പറഞ്ഞവരൊക്കെ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ചെയ്തപ്പോഴും ജോസഫ് സാർ എന്താ പറയുക, ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. അദ്ദേഹം 96 എന്നെയാണ് സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപിക്കുന്നത്. കെ എസ് സിയുടെ പ്രസിഡന്റായി പി ജോസഫ് സ്വന്താബാന്ന് മുദ്രാവാക്യം വിളിച്ചൊരു പാർട്ടിക്കാരൻ്റെ സ്ഥാനാർത്ഥിയാക്കി. അദ്ദേഹം അതിനുശേഷം എത്രയോ സന്ദർഭങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. അവിടെ ഒന്നും പിന്നെ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട, ലോക്സഭയിൽ ഇരിക്കുമ്പോൾ അത് രാജിവെച്ച് രാജ്യസഭ മേടിക്കുകയും രാജ്യസഭ ഇരിക്കുമ്പോൾ അത് രാജിവെച്ച് നിയമസഭയിൽ പോവുകയും അത് പറ്റുന്നില്ലെന്ന് പറയുമ്പോൾ രാജ്യസഭ എടുക്കുകയൊക്കെ ചെയ്യുന്ന കേരള രാഷ്ട്രീയത്തിൽ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെ ഒരു ഭവനങ്ങളിലല്ലേ, ഇതൊക്കെ ഓരോ വീടുകളിലും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പുറപ്പുഴയിലെ വീട്ടിൽ പി ജോസഫ് സാർ ഇതുവരെ അപ്പു ജോൺ ജോസഫിനെ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കൊണ്ടുവരാനോ അങ്ങനെ ഒരു അധികാര കൈമാറ്റം നടത്താനോ ഇതുവരെ ശ്രമിച്ചില്ലല്ലോ. ഇതുവരെ ശ്രമിക്കാത്ത കേരള കോൺഗ്രസ് നേതാക്കന്മാരിൽ പി ജോസഫ് സാറ് ഞങ്ങൾക്ക് ഏറ്റവും ബഹുമാനത്തോടെ കാണാൻ പറ്റും. അപ്പം ഇനിയിപ്പം ഇപ്പം അങ്ങനെ നിൽക്കുന്നതിനിടയിൽ സാർ ഇപ്പോഴും ആഗ്രഹിച്ചില്ല. സാറ് എപ്പോഴും പറയുന്നൊരു കാര്യം, എല്ലാം നാച്ചുറലായിട്ട് സംഭവിക്കണം. സാർ ഉപയോഗിക്കുന്നൊരു വാക്കാണ് നാച്ചുറലായിട്ട് നടക്കേണ്ട കാര്യങ്ങൾ ആ സമയത്ത് ആ രീതി നടക്കണം. അപ്പം ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ഞാൻ സാറേ നാച്ചുറലായി ഇപ്പോൾ അബു വരേണ്ട സമയമായെന്ന് ഞങ്ങളാണ് പറയണേ. പാർട്ടി ഭാരവാഹികൾ ഞങ്ങൾ ബന്ധപ്പെട്ട കുറച്ച് നേതാക്കൾ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ പറയുന്നത്. സാർ പറഞ്ഞു അതിപ്പോൾ വേണ്ട, ഇപ്പോൾ ITM പ്രൊഫഷണലിൻ്റെ ഒരു സ്റ്റേറ്റ് പ്രസിഡൻ്റായിട്ട് അബുവിന് അത് നാച്ചുറലായി കിട്ടിയതാണ്. അതുപോലെ പാർട്ടിയുടെ ഹൈപ്പോർ കമ്മിറ്റി വന്ന് നാച്ചുറലായി കിട്ടിയതാണ്. അപ്പം ജോസഫ് സാറിനോട് ഞങ്ങൾ പറഞ്ഞു, ഇനി മുന്നോട്ടുള്ളൊരു കാലഘട്ടത്തിൽ, കാരണം തൊടുപുഴയിൽ പി ജോസഫ് സാർ പടുത്തുയർത്തിയൊരു വലിയ വികസന സാമ്രാജ്യമുണ്ട്. ജനാഭിലാഷത്തിൻ്റെ വലിയൊരു സാക്ഷാത്കാരം നടത്തിയിരിക്കുന്ന തൊടുപുഴ അസംബ്ലി മണ്ഡലം. ഭാവി കാലഘട്ടത്തിൽ അതെല്ലാം സുരക്ഷിതമായി ജനനന്മയ്ക്ക് വേണ്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ ദീർഘവീക്ഷണത്തോടൊരു കാഴ്ചപ്പാട് ഞങ്ങളുടെ പാർട്ടിയും കരുതണ്ടേ. അപ്പം അതിൽ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നാളെ അപ്പു ജോൺ ജോസഫ് കൂടി മുൻനിരക്കാരനായി വരിക എന്നുള്ളത് ഞങ്ങളുടെ പാർട്ടിയുടെ ആവശ്യമാണ്. അത് പി ജോസഫ് സാറിൻ്റെ ആവശ്യമല്ല. ഇപ്പം സാർ അങ്ങനെ ആഗ്രഹിച്ചില്ല, ആവശ്യപ്പെട്ടില്ല എന്നുള്ളത് സത്യമാണ്. ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമാണെന്നും കലഹിച്ചിരിക്കുകയാണെന്നൊക്കെ പറയുന്ന ആളുകൾ വേറെ സ്വപ്ന ലോകത്താണ്. പി ജെ ജോസഫ് സാർ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയെ കരുത്തുറ്റതാക്കി മാറ്റാൻ വേണ്ടി ഇപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞ പോലെ ടീം UDF എന്ന് പറഞ്ഞ ഒരു ടീം കേരള കോൺഗ്രസ്, അത് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു മുഖമുദ്രയാണ്. പാർട്ടിയുടെ നേതാക്കൾ എല്ലാവരും ഉണ്ട്. പാർട്ടി ചെയർമാൻ പി ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് മുൻനിരക്കാരായി നമ്മുടെ PC തോമസ് പാർട്ടിയുടെ നേതൃത്വത്തിലുണ്ട്. ഷെവലിയർ TU കുരുവിള നേതൃത്വത്തിൽ മുൻനിരക്കാരനായിട്ടുണ്ട്. ഫ്രാൻസിസ് ജോർജ് കോട്ടയത്തെ MP, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജോയി എബ്രഹാം XMB, ഫ്രാൻസിസ് ജോർജ് MP, തോമസ് ഉണ്ണിയാടൻ, അങ്ങനെ എല്ലാവരും ഉള്ള നേതൃത്വത്തിൻ്റെ കൂടെ ഇപ്പോൾ സ്റ്റേറ്റ് കോർഡിനേറ്റർ എന്ന നിലയിൽ അപ്പു ജോൺ ജോസഫ് കൂടി ചേർത്ത് പിടിച്ച് മറ്റ് പാർട്ടി നേതാക്കൾ എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് പി ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയെ വളർച്ചയിലേക്ക് നയിക്കുക. ഇപ്പോൾ പാർട്ടി ഉണ്ടായിട്ട് 60 വർഷം. വജ്ര ജൂബിലി ആഘോഷത്തിൻ്റെ കാലഘട്ടമാണ്. ഈ വജ്ര ജൂബിലി ആഘോഷത്തിൻ്റെ കാലഘട്ടത്തിൽ കേരള കോൺഗ്രസിനെ കൂടുതൽ വളർച്ചയിലേക്ക് കൊണ്ടുവരാനും UDFന് ഗുണം ചെയ്യുന്ന വിധത്തിൽ പാർട്ടിയെ മാറ്റാനും ഞങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു വലിയ ജനവിഭാഗമുണ്ട്. അധ്വാനവർഗം, അല്ലെങ്കിൽ ഇവിടുത്തെ കൃഷിക്കാരും കർഷക തൊഴിലാളികൾ, ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ, അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളെയും നാളുകളിൽ സംരക്ഷിക്കാൻ കഴിയുന്ന വിധത്തിൽ പാർട്ടിയെ കരുത്തുറ്റതാക്കി മാറ്റണം. ആ ലക്ഷ്യത്തോടെ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഭിന്നത ഉണ്ടാക്കാനും വേർതിരിക്കാനും വേണ്ടി ശ്രമങ്ങളുമായി ഞങ്ങളുടെ എതിർ ചേരിയിൽ നിന്ന് വരുന്ന ആളുകൾ ആ വെള്ളം വാങ്ങി വെച്ചാൽ മതി.